وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. കഴിഞ്ഞ ക്ലാസ്സിൽ ഖുർആനിലെ സൂറത്തുകളുടെ ഓരോ ആയത്തിന്റെയും ഇടയിൽ വരുന്ന വഖഫിന്റെ നിയമങ്ങളെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അത് നമ്മൾ ചർച്ച ചെയ്യുകയും അതേ രൂപത്തിൽ വർക്കൗട്ട് നമ്മൾ ചെയ്ത് വർക്കുകൾ വാട്സപ്പിൽ നമ്മൾ കാണിക്കുകയും അൽഹംദുലില്ലാഹ് നമ്മളത് കഴിഞ്ഞു. ഇനിയുള്ള ഇന്നത്തെ പാഠം അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ നമ്മൾ ചില ഭാഗങ്ങളിൽ സുക്കൂനുള്ള നൂനിനെ നമ്മൾ അവ്യക്തമാക്കണമെന്ന് പറഞ്ഞു ഇല്ലേ. ചില ഭാഗങ്ങളിൽ സുക്കൂനുള്ള നൂന് വന്നാൽ അവിടെ സുക്കൂനുള്ള നൂനിനെ ഉച്ചരിക്കാൻ പാടില്ല, പകരം എന്ത് ചെയ്യണം, അവിടെ അതിനുശേഷം വരുന്ന അക്ഷരത്തെ ഷദ്ദ് ചെയ്ത് ഉച്ചരിക്കണം എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞത് ഷദ്ദുള്ള അക്ഷരം അഥവാ തൻവീനിന്റെയോ അല്ലെങ്കിൽ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം. ഹറക്കത്തില്ലാത്ത നൂനെന്ന് ഉദ്ദേശിക്കുന്നത് സുക്കൂനുള്ള നൂനാണ്. ഒരു അക്ഷരത്തിന് ഒരു ഹറക്കത്തും ഇല്ല എങ്കിൽ എന്താണ് ആ അക്ഷരം സുക്കൂനാണ്. അപ്പോ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം ഷദ്ദുള്ള അക്ഷരം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ സുക്കൂനുള്ള നൂനിനെ ഉച്ചരിക്കാതെ ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം ഉച്ചരിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ ഉദാഹരണമാണ് എന്ത്, യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. അവിടെ തൻവീനാണ്. മാലൻ എന്ന വാക്കിൽ ലാമിന് തൻവീനുണ്ട്, ഫതഹു തൻവീൻ വന്നു. അതിനുശേഷം എന്ത് വന്നു, ഒരു ഷദ്ദുള്ള അക്ഷരം വന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തൻവീനിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, തൻവീനിനെ ഉച്ചരിക്കാതെ അതിനുശേഷമുള്ള ഷദ്ദുള്ള അക്ഷരത്തെ ഉച്ചരിക്കണം. അപ്പൊ ഇവിടെ വന്നത് അതേ രൂപത്തിലാണ്. തൻവീനിന് ശേഷം ഷദ്ദുള്ള അക്ഷരമായ ലാമ് വന്നു. അതുകൊണ്ട് ആ ഷദ്ദുള്ള അക്ഷരമായ ലാമിന് എന്ത് ചെയ്യണം, നമ്മള് ഷദ്ദ് ചെയ്ത് ഉച്ചരിക്കണം. അപ്പൊ മാലൻ എന്നുള്ളത് എന്ത് ചെയ്യും, മാലല്ലു, മാലല്ലുബദ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതേപോലെയാണ് വലം യകുൻ ലഹു, യകുൻ ലഹു രണ്ടാമത്തെ എക്സാമ്പിൾ. യകുൻ ലഹുൽ എന്താണ്, സുക്കൂനുള്ള നൂനുണ്ട് അഥവാ നൂനിന് അവിടെ ഹറക്കത്തില്ല. നമ്മൾ നോക്കിയാൽ കാണാം, നമ്മളെ ഡെഫിനിഷനിൽ നമുക്ക് നോക്കിയാൽ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നാൽ, അപ്പൊ ഹറക്കത്തില്ലാത്ത നൂൻ എന്തുണ്ട്, യകുൻ എന്ന പദത്തിൽ അവസാനം വന്ന നൂനിന് ഹറക്കത്തില്ല, ഫതഹില്ല, കസറില്ല, ദമ്മില്ല, ഒരു ഹറക്കത്ത് പോലും ആ അക്ഷരത്തിനില്ല. അതിനർത്ഥം എന്താണ്, ആ അക്ഷരം അവിടെ സുക്കൂനാണ്. പക്ഷെ അവിടെ സുക്കൂന് എഴുതിയിട്ടില്ല, സുക്കൂന് എഴുതിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ അവിടുത്തെ നൂനിന് സുക്കൂൻ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ അക്ഷരത്തെ, ആ സുക്കൂനുള്ള നൂനിന് എന്ത് ചെയ്യാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ല. കാരണം ആ സുക്കൂനുള്ള നൂനിന് ശേഷം ഷദ്ദുള്ള അക്ഷരമായ ലാമ് കടന്നു വന്നു. അപ്പൊ ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം നമ്മൾ ഉച്ചരിക്കുക. അവിടെ യകുൻ എന്നതിന് പകരം യകുല്ല, യകുല്ല ശേഷമുള്ള ഷദ്ദുള്ള ലാമിന് എന്ത് ചെയ്യണം, നമ്മള് ഷദ്ദ് ചെയ്ത് ഉച്ചരിക്കണം. നൂനിനെ എന്ത് ചെയ്യണം, സൈലന്റ് ആക്കി ഉച്ചരിക്കുകയും ചെയ്യണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതേപോലെ തന്നെയാണ് തൻവീനിന്റെയോ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം വാവോ യാഓ വന്നാൽ, അഥവാ തൻവീൻ എന്ന് പറയുമ്പോൾ ഫത്ഹു തൻവീൻ പെടും, കസറു തൻവീൻ വരും, ദമ്മു തൻവീൻ പെടും. ഇത് മൂന്നും പൊതുവായിട്ട് പറയുന്ന പേരാണ് തൻവീൻ എന്ന് പറയുന്നത്. ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം, ഹറക്കത്തില്ലാത്ത നൂൻ എന്ന് പറയുമ്പോൾ ആ നൂന് ഒരു ഹറക്കത്തും ഉണ്ടാവൂല. അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം വാവോ യാഓ വന്നാൽ, അഥവാ തൻവീനിന് ശേഷമോ അല്ലെങ്കിൽ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷമോ വാവ് അല്ലെങ്കിൽ യാ എന്നില്ല, ഈ രണ്ടക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഷദ്ദോടുകൂടി മണിച്ച് പാരായണം ചെയ്യണം. ശേഷമുള്ള യായിലേക്ക് അല്ലെങ്കിൽ വാവാണെങ്കിൽ വാവിലേക്ക് എന്ത് ചെയ്യണം, ഷദ്ദ് ചെയ്ത് മണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പാരായണം ചെയ്യണം.
എന്നാൽ ഇവിടെ നമ്മൾ മണിച്ച് ഓതുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ സുക്കൂനുള്ള നൂനോ അല്ല എങ്കിൽ തൻവീനിനും എന്ത് ചെയ്യാൻ പാടില്ല? വെളിവാക്കാൻ പാടില്ല. സുക്കുള്ള നൂൻ അല്ലെങ്കിൽ തൻവീനിനെ വെളിവാക്കാൻ, വ്യക്തമാക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാല് ഒമൻ യഅമലാണ്. ഒമൻ യഅമൽ. ആ ഒമൻ യഅമലില് സുക്കൂനുള്ള നൂന് കാണുന്നില്ല. ഒമൻ എന്ന വാക്കില് കാണുന്നുണ്ടോ? ഒമൻ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ആ ഒമൻ എന്ന വാക്കിൽ സുക്കൂനുള്ള നൂനുണ്ട്. പക്ഷെ അവിടെ സുക്കൂന് ആ നൂനിന് എഴുതിയിട്ടില്ല. സുക്കൂന് എഴുതിയിട്ടില്ല, അല്ലെ? നൂന് ഒരു ഹറക്കത്തും ഇല്ലാത്ത അവസ്ഥയിലാണ്. എന്നാൽ സുക്കൂൻ എഴുതുന്ന അവസ്ഥയുണ്ട്. ഖുറാനിൽ നൂനിന് സുക്കൂനി കൊടുക്കുന്ന അവസ്ഥയും ഉണ്ട്, കൊടുക്കാതെ നൂന് ഒരു ഹറക്കത്തും ഇല്ലാത്ത ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള അവസ്ഥയും ഖുർആൻ നമുക്ക് രണ്ട് രൂപത്തിൽ കാണാൻ പറ്റും. ഒന്ന് സുക്കൂൻ കൊടുത്തിരിക്കും, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യില്ല, സുക്കൂൻ കൊടുക്കൂല. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ സുക്കൂൻ അഥവാ ഈ നൂനിന് ഒരു ഹറക്കത്തും ഇല്ല, അപ്പൊ സുക്കൂനും കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ അക്ഷരത്തിന് യഥാർത്ഥത്തിൽ സുക്കൂനാണ്, പക്ഷെ ഇവിടെ സുക്കൂന് കൊടുക്കാത്തതാണ്. കാരണം എന്താണ്? അവിടെ സുക്കൂന് കൊടുക്കാത്തത് ആ അക്ഷരത്തെ സൈലന്റ് ആക്കണമെന്നാണ്. ആ അക്ഷരത്തെ ഒമൻ എന്ന് ഉച്ചരിക്കാൻ പാടില്ല, മൻ. ഇൻ എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വ്യക്തമാക്കാൻ പാടില്ല. കാരണം അവിടെ സുക്കൂന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇൻ എന്ന് വ്യക്തമാക്കാം, ഒമൻ എന്ന് വ്യക്തമാക്കാം. പക്ഷേ സുക്കൂന് കൊടുക്കാത്ത എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ഒമൻ എന്ന് വ്യക്തമാക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് എന്ത്? ആ നൂനിന് ശേഷം, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം എന്ത് വന്നു? യാ വന്നു. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം അവിടെ താരീഫിൽ പറഞ്ഞു, അതേപോലെ നമ്മള് ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ തൻവീനിന് ശേഷം അല്ലെങ്കിൽ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷമോ യാ ഓ വാവോ. അപ്പൊ ഇവിടെ സുക്കൂനുള്ള അഥവാ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷമാണ് എന്ത് വന്നത്? യാ വന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ ഉച്ചരിക്കണം? അവിടെ മണിച്ചു ഉച്ചരിക്കണം. പക്ഷെ എന്ത് ചെയ്യണം? അവിടെ നൂനിനെ സൈലന്റ് ആക്കണം, നൂനിനെ വ്യക്തമാക്കാൻ പാടില്ല. അപ്പൊ വമൻ യഅമൽ എന്നുള്ളത് ഓതുമ്പോ ഒമൈ യഅമൽ, അതെ, ഒമൈ മൈ യഅമൽ. അവിടെ ഷദ്ദു കൊടുത്ത്, യായിന് ഷദ്ദു കൊടുത്ത് മണിക്കാൻ വേണം. ഒമൈ യഅമൽ മിസ്ഖാല, ഒമൈ എടാ മയ്യ, മയ്യ അല്ലാതെ ഒമൻയ എന്ന് പറയാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഉദാഹരണത്തില് ഒമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലി, മിൻ വലി. മിൻ വലി എന്ന രണ്ട് വാക്കുകൾ നോക്കിയാൽ അവിടെ എന്തുണ്ട്? ഒരു ഹറക്കത്തില്ലാത്ത നൂനിനെ നമുക്ക് കാണാൻ സാധിക്കും. അതെ അതെ, ഹറക്കത്തില്ലാത്ത നൂൻ. ഇനി ആ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷമുള്ള അക്ഷരം ഏതാണ്? അതെ, വാവാണ്. അപ്പൊ നമ്മള് ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ എന്താണ്? ഹറക്കത്തില്ലാത്ത തൻവീനിനോ ഹറക്കത്തില്ലാത്ത നൂനോ. അപ്പൊ നമ്മൾ തൻവീന് മാറ്റി വെക്കുക. അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനാണ് ചർച്ച. അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനിനോ ശേഷം വാവോ യാവോ. അപ്പൊ ഇവിടെ യാഇന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, വമൻ യഅമൽ. അപ്പൊ വാവ് വന്നു. മിൻ വലിയില് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവ് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഹറക്കത്തില്ലാത്ത നൂനിനെ വെളിവാക്കാൻ പാടില്ല, സൈലന്റ് ആക്കണം. അതേപോലെ തന്നെയാണ് വാവിന് ഷദ്ദു കൊടുത്ത് മണിക്കാൻ വേണം. ഒമൻ യഅമൽ പറഞ്ഞതുപോലെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മണിക്കേണ്ടത്. ഇവിടെയും ഹറക്കത്തില്ലാത്ത നൂനിനെ എന്ത് ചെയ്യണം? അവിടെ സൈലന്റ് ആക്കുകയും ശേഷമുള്ള വാവിന് ഷദ്ദു കൊടുത്ത് മണിക്കുകയും. പക്ഷെ അവിടെ ഷദ്ദു കാണിക്കൂല, ആ വാവിന് ഷദ്ദ് എഴുതിയിട്ടുണ്ടാവൂല. അതേപോലെ യായും ഷദ്ദ് എഴുതിയിട്ടുണ്ടാവൂല, എഴുത്തിലുണ്ടാവൂല. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നുത്ഖിൽ അഥവാ നമ്മൾ അത് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഷദ്ദ് ചെയ്ത് മണിക്കണം. അപ്പോ അവിടെ വായിക്കുമ്പോൾ മിൻ വലി എന്നല്ല, ഒമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വ, മിൻ വ. മിൻ വയാണ്. പക്ഷെ അവിടെ നമ്മള് ഹറക്കത്തില്ലാത്ത നൂനാണ്. ആ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവ് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ നൂനിനെ നമ്മൾ അവ്യക്തമാക്കുകയും ആ വാവിന് ഷദ്ദു കൊടുത്ത് മണിക്കുകയും ചെയ്യുക. അപ്പോ മിൻ വലി എന്നുള്ളത് മ്യൂവ, മ്യൂവ. അതെ, മ്യൂ വലി. ഇനിയുള്ളതാണ് വലിയിൻ വല, മിൻ വലിയിൻ വല. അവിടെയും നമ്മൾ എന്തുണ്ട് ഇപ്പൊ പഠിച്ച അതേ നിയമം. വലിയിൻ വലയിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ച നിയമം വരിക? തൻവീന് ശേഷം അതെ, തൻവീനിന് ശേഷം വാവ് വന്നു. അതെ, മാഷാ അല്ലാഹ്. ആരാ പറഞ്ഞത്? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. സിറാജിക്കാണ്. അതെ, മാഷാ അല്ലാഹ്.
വലിയിൻ വല എന്നുള്ളതിൽ തൻവീനിന് ശേഷം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസുകളും എന്താണ് ഇനി ഹറക്കത്തില്ലാത്ത നൂനിനെ പറ്റിയായിരുന്നു. അപ്പോൾ തൻവീനിന്റെ ഉദാഹരണം എന്തുകൊണ്ട് ഇതിലുണ്ട്. തൻവീനിന് ശേഷം യാഇന് തൻവീൻ വന്നു. നമ്മൾ ഏത് അക്ഷരത്തിന് തൻവീൻ വന്നു നോക്കേണ്ട ആവശ്യമില്ല, അവിടെ തൻവീനാണ് നോക്കേണ്ടത്. അഥവാ യാഇന് തൻവീൻ വന്നു, ബായിന് തൻവീൻ വന്നല്ല, അവിടെ തൻവീൻ വന്നു. ഫത്ഹത്തെ ഫതഹു തൻവീനാവാം, കെസറു തൻവീനാവാം, ദമ്മു തൻവീനാവാം, ഏതുമാവാം. അപ്പൊ ഇവിടെ കെസറു തൻവീനാ വന്നു. അപ്പൊ തൻവീനിന് ശേഷം എന്ത് വന്നു? വാവ് വന്നു. അപ്പോ വലിയിൻ വല എന്നുള്ളത് എങ്ങനെ ഓതും? വലിയിൻ അതെ, തൻവീനെ വ്യക്തമാക്കാൻ പാടില്ല. വലിയിൻ വല, അവിടെ ഇൻ അഥവാ നൂനിന്റെ ശബ്ദം എന്ത് ചെയ്യാൻ പാടില്ല? വ്യക്തമാക്കാൻ പാടില്ല. വലിയിൻ, അതിന് പകരം എന്ത് ചെയ്യണം? വലിയിൻ ശേഷമുള്ള വാവിലേക്ക് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഉച്ചരിക്കേണ്ടതാണ്. വലിയിൻ വല, വലിയിൻ വല. ഇപ്പൊ ഇവിടെ രണ്ടു ഭാഗത്താണ്. ഒന്ന് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവ് വന്നു, അതേപോലെയാണ് തൻവീനിന് ശേഷം എന്ത് വന്നു? വാവ് വന്നു. അപ്പൊ ഇവിടെ ഹറക്കത്തില്ലാത്ത നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കാതെ അഥവാ അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. ശേഷമുള്ള അക്ഷരം ഏതാണോ ആ അക്ഷരത്തോട് എന്ത് ചെയ്യണം? വ്യക്തമാക്കി മണിച്ച് എന്താണ് മണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. അപ്പൊ ഓതുമ്പോൾ മിവ മിവലിവല അടാ മിൻ വലിയ എന്നവിടെ നൂനിനെ എന്ത് ചെയ്തു? ഹറക്കത്തില്ലാത്ത നൂനിനെ നമ്മൾ അവ്യക്തമാക്കി. അതേപോലെ വലിയിൻ വലയില ഈ കെസറു തൻവീനെ എന്താക്കി? നമ്മൾ അവ്യക്തമാക്കി ശേഷമുള്ള വാവിലേക്ക് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഉച്ചരിക്കുന്നു. അപ്പോ പൊതുവായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവോ യാവോ വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ വാവ് വരാം, അല്ലെങ്കിൽ യാ വരാം. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? ആ നൂനിനെ അവിടെ സൈലന്റ് ആക്കുകയും ശേഷമുള്ള യാ ആണെങ്കിലോ അല്ലെങ്കിൽ വാവ് ആണെങ്കിലോ ഏത് അക്ഷരമാണോ, എന്നല്ലെങ്കിൽ യാ ആയിരിക്കും അല്ലെങ്കിൽ വാവ് ആയിരിക്കും, അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ശേഷമുള്ള വാവിനെ യാവിനെ അല്ലെങ്കിൽ ശ്രദ്ധ ചെയ്ത് മണിച്ച് ഉച്ചരിക്കാം. അതേപോലെ തൻവീനിന്റെയും, തൻവീനാകുമ്പോൾ ഫത്തഹു തൻവീൻ വരാം, കെസറു തൻവീൻ, വമ്മു തൻവീൻ, ഇത് മൂന്നും വരാം. ഇതിന് മൂന്നിനും ഒരു പൊതുവായിട്ട് പറയുന്ന പേരാണ് തൻവീൻ എന്നുള്ളത്. അപ്പൊ ഈ തൻവീനിന് ശേഷം വാവോ അല്ലെങ്കിൽ യാവോ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തൻവീനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കി ശേഷമുള്ള വാവാണെങ്കിലോ അല്ലെങ്കിൽ യാ ആണെങ്കിൽ ആ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം? മണിച്ച് ചേർത്ത് ഓതേണ്ടതാണ്. ഇതിൽ എന്തെങ്കിലും സംശയം നമുക്ക് ഉണ്ടോ ആർക്കെങ്കിലും? അഥവാ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇവിടെ നൂനിന് എന്ത് ചെയ്യൂല? അവിടെ സുക്കൂന് കൊടുക്കൂല. നൂനിന് എന്ത് ചെയ്യൂല? സുക്കൂൻ ഉണ്ടാകൂല. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടുത്തെ നൂനിന് എന്ത് ചെയ്യാൻ പാടില്ല? വ്യക്തമാക്കാൻ പാടില്ല എന്ന് നമുക്ക് ആ എഴുത്തിൽ തന്നെ, അതിന്റെ ടെക്സ്റ്റിൽ തന്നെ, ഖുർആന്റെ ഫോണ്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഓക്കെ അല്ലേ? എത്ര നീട്ടേണ്ടത്? ഈ മണിക്കുന്നത് 2 ഹറക്കത്താണ്. മണിക്കുന്നത് 2 ഹറക്കത്ത്. ഒമയ്യഅമൽ, അതേപോലെ മിവലി വല 2 ഹറക്കത്ത്. നമ്മൾ സാധാരണ പൊതുവായ മദ് നീട്ടുന്ന അതേ രൂപത്തിലാണ് മണിക്കുന്ന അളവും. 2 ഹറക്കത്ത് ദൈർഘ്യത്തിലാണ് മണിക്കേണ്ടത്. ക്ലിയർ അല്ലേക്കാ? ഓക്കെ, അന്ന് അടുത്തതിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. നൂനിന്റെ ശേഷം അഥവാ ഈ നൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹറക്കത്തില്ലാത്ത നൂനാണ് കേട്ടോ. അപ്പോ ഹറക്കത്തില്ലാത്ത നൂനിന്റെ ശേഷം ബ എന്ന അക്ഷരം വരിക. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബ വരിക. നൂനിന് ഒരു ഹറക്കത്തും ഇല്ലാതെ അതിനു മുകളിൽ ഒരു തലകുത്തനെയുള്ള മീം വരികയാണെങ്കിൽ, നൂനിന് ഹറക്കത്ത് ഇല്ലാതെ ആ നൂനിന് മുകളിൽ എന്ത് ചെയ്യും? ഹറക്കത്തില്ലാത്ത നൂനിന് മുകളിൽ ഒരു ചെറിയ മീം ഉണ്ടാകും. അതാണ് തലകുത്തിനുള്ള രൂപത്തിലൊരു മീം വന്നാൽ മീമിനെ ഉച്ചരിക്കാനായി ചുണ്ടടയ്ക്കുകയും എന്നാൽ പൂർണ്ണമായി അടയ്ക്കാതെ അല്പം മാത്രം വിടർത്തി മീം ഉച്ചരിക്കുകയും ചെയ്യുക. അപ്പൊ മനസ്സിലാക്കി തരാം. അഥവാ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹറക്കത്തില്ലാത്ത നൂന് വരണം. അപ്പൊ ഉദാഹരണമാണ്, ഒന്നാമത്തെ ഉദാഹരണം നോക്കിയാൽ ഇപ്പൊ അൻബത്തിനെയാണ്. അതെ, അവിടെ അവിടെ എന്തുണ്ട്? ഹറക്കത്തില്ലാത്ത നൂനുണ്ട് അല്ലേ? അവിടുത്തെ നൂന് ഹറക്കത്തില്ലാത്ത നൂൻ. ഫതഹില്ല, കസറില്ല, ദമ്മില്ല. ആ നൂനിന് ഒരു ഹറക്കത്തും ഇല്ലാത്ത അവസ്ഥയാണ്.
എന്നാൽ ആ നൂനിന് മുകളിൽ എന്തുണ്ട്? ഒരു മീമ് കാണാം അല്ലെ? തലകുത്തനെയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ചെറിയൊരു മീമ് കാണാം. കാണുന്നുണ്ടോ? കാണാം. അല്ലേ? കാണാം. അതെ. അപ്പൊ അങ്ങനെ മീമ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ നൂനിന് പകരം എന്ത് ചെയ്യണം? മീമ് ഉം. ഓതണം. ഉച്ചരിക്കുന്നു. അതെ, നൂനിനെ അവിടെ സൈലന്റ് ആക്കുകയും മീമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചരിക്കുകയും ചെയ്യണം. അതേപോലെ മണിക്കുകയും വേണം. അപ്പോ ഫഅൻബത്ന എന്നുള്ളത് എന്ത് ചെയ്യും? ഫഅംബ. അപ്പൊ നമ്മള് ചുണ്ട് മുഴുവനായിട്ട് മുട്ടിക്കാൻ പാടില്ല, മടക്കി പിടിക്കാൻ പാടില്ല. ഫഅംബ അല്ല, ഫഅംബ, ഫഅംബ. മനസ്സിലായോ? فأنبتنا فيها حبا فأنب. അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ നൂനാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്, പക്ഷെ നൂനിന് മുകളിലായിട്ട് ചെറിയ മീം വന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ മീമിനെ നമ്മൾ മണിച്ച് ഉച്ചരിക്കുന്നു. നൂനിന് പകരം ആ മീമാക്കി നമ്മൾ മാറ്റി മറിച്ച് ഉച്ചരിക്കുന്നു. അതേപോലെയാണ് ഇവിടെ ഫഖാല അൻബി ഊനി, അതിലും എന്തുണ്ട്? ഹറക്കത്തില്ലാത്ത നൂനാണ് വന്നത്. പക്ഷെ ഹറക്കത്തില്ലാത്ത നൂനാണെങ്കിൽ അതിന് മുകളിലായിട്ട് എന്ത് വന്നു? ചെറിയൊരു മീം കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ നൂനിന് പകരം മീമിനെ നമ്മൾ എന്ത് ചെയ്യും? ആ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉച്ചരിക്കും. അപ്പോ അൻബി ഊനി എന്നുള്ളത് അംബി. ഫഖാല അംബി ഊനി മണിക്കാൻ വേണം. ഫഖാല അംബി ഊനി എന്ന് പറഞ്ഞു പോകാൻ പറ്റൂല. അവിടെ എന്ത് ചെയ്യണം? മീമിനെ ഉച്ചരിക്കുമ്പോൾ അവിടെ മണിക്കുകയും വേണം. രണ്ട് ഹറക്കത്ത് എന്ത് ചെയ്യണം? മണിച്ച് ഉച്ചരിക്കുകയും ചെയ്യണം. അപ്പൊ ഓതുമ്പോ ഫഖാല അംബിഊനി അംബിഊനി. മൂന്നാമത്തെ ഉദാഹരണം നോക്കിയാല് ഫലമ്മ അൻബഅഹും, അവിടെ നൂനിന് ഒരു ഹറക്കത്തുമില്ല, ഫത്ഹില്ല, കസറില്ല, ദമ്മില്ല. അപ്പോ ആ അക്ഷരത്തെ ഒരു ഹറക്കത്തും ഇല്ല എങ്കിൽ എന്താണ്? അവിടെ യഥാർത്ഥത്തിൽ സുക്കൂനാണ്. ഒരക്ഷരത്തിന് ഒരു ഹറക്കത്തും ഇല്ലാത്ത അവസ്ഥ എന്താണ്? ആ അക്ഷരം സുക്കൂനാണ്. അപ്പൊ നൂനിന് മാത്രമല്ല, ഏതൊരു അക്ഷരവും ഹറക്കത്തില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ അക്ഷരം എന്താണ്? സുക്കൂനാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഫഖാല അംബി ഊനിയില് എന്തുണ്ട്? അവസാനം ഒരു യാ കാണാൻ പറ്റുമല്ലേ? യാ അല്ലേ? അംബി ഊനിയില് നൂനിനെ നീട്ടാൻ അവസാനം ഒരു യാ കാണുന്നില്ലേ? ഉണ്ട്. രണ്ടാമത്തെ ഉദാഹരണമാണ് നമ്മളെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ ഈ യാഇന് ഒരു ഹറക്കത്തും ഇല്ല, ഫതഹും ഇല്ല, കസറില്ല. ആ കസർ എന്നുള്ളത് നൂനിന്റെ കസറാണ്, ഇവന്റെ കസറ. യാഇന്റെ കസറല്ല. അതെ. അപ്പൊ യാഇന് ഫതഹും ഇല്ല, കസറും ഇല്ല, ദമ്മും ഇല്ല. അപ്പൊ എന്താണ്? ആ അക്ഷരം സുക്കൂനാണ്. അവിടെ സുക്കൂനുള്ള യാ ആണ്. അഥവാ കെസറുള്ള അക്ഷരത്തിനെ നീട്ടാൻ വന്ന സുക്കൂനുള്ള യാ. പക്ഷെ സുക്കൂൻ അവിടെ എന്താക്കിയിട്ടില്ല, എഴുതിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ യാനെ ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് അറിയിക്കുന്നത്. ആ സുക്കൂൻ വരാത്തത് എന്താണ്? അവിടുത്തെ യാനെ ഉച്ചരിക്കാൻ പാടില്ല. അപ്പോ സുക്കൂന് ഒരക്ഷരത്തിന് വന്നില്ല എങ്കിൽ, അഥവാ സുക്കൂൻ എഴുതിയിട്ടില്ല, വന്നില്ല അല്ല, സുക്കൂൻ എഴുതിയിട്ടില്ല എങ്കിൽ, അഥവാ ആ ഫോണ്ടിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടുത്തെ ആ അക്ഷരത്തെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ വ്യക്തമാക്കാൻ പാടില്ല. അപ്പൊ ഫഖാല അംബി ഊനി, നൂനിനെ നീട്ടുന്നു, പക്ഷെ ആ യാനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഉച്ചരിക്കുന്നില്ല. അത് പൊതു മദ്ദാണ്, മദ്ദിന്റെ അക്ഷരമായ യാ ആണ്. പക്ഷെ ആ അക്ഷരത്തിന് സുക്കൂനാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ആ സുക്കൂൻ എന്ത് ചെയ്തിട്ടില്ല? ഖുർആനിലെ ടെക്സ്റ്റ് ഫോണ്ടായിട്ട് എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഈ നൂന്, ഹറക്കത്തില്ലാത്ത നൂന്, അതിന് മുകളിലായിട്ട് മീമ് വന്നു, ചെറിയൊരു മീമ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും എളുപ്പമാണ് ആ നൂനിന് പകരമായിട്ട് മീമിനെ എന്ത് ചെയ്യണം? നമ്മൾ മണിച്ച് ഓതണം. അപ്പൊ അൻബ അഹും എന്നുള്ളത് അംബ അല്ലെ? അതെ അതെ, അംബ. ഇനി കുറച്ച് ഉദാഹരണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ഒന്ന് കടക്കാം. അപ്പൊ ഇതില് ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് വായിപ്പിക്കും. ഇതില് എട്ടാമത്തെ ആയത്തിലാണ് നമ്മൾ പറഞ്ഞ അതേ ഒരു ഉദാഹരണം, ഈ ഡെഫിനേഷനിൽ വന്ന ഉദാഹരണത്തിൽ പെട്ട ഒന്നാണ്. അപ്പൊ ഇതൊന്ന് സിറാജൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് വായിക്കും. അവിടെ എങ്ങനെയാണ് വന്നതും കൂടി ഒന്ന് ഇപ്പൊ പറഞ്ഞത് മനസ്സിലല്ല, അപ്പൊ അതനുസരിച്ച് എങ്ങനെയാണ് വന്നത്, അപ്പൊ എങ്ങനെ ഉച്ചരിക്കണം എന്നും കൂടി ഒന്ന് പറഞ്ഞാല് ഫയറായിരുന്നു. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെ, അതിലെ മൻ ബഖിൽ എന്ന വാക്ക് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. മം ബഖില. അതെ മം ബഖില വസ്തഗ്ന. അതെ, മം ബഖിൽ. അപ്പൊ എങ്ങനെ വന്നതും കൂടി ഒന്ന് പറയാം. എന്തുകൊണ്ടാണ് അവിടുത്തെ നൂനിനെ നമ്മൾ ഉച്ചരിക്കുന്നത്? അവിടെ നൂനിന് മുകളിലായിട്ട് മീമ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നൂനിനെ സൈലന്റ് ആക്കിക്കൊണ്ട്
മീമിനെ ഉച്ചരിക്കുക. അവിടെ അതെ, മണിക്കുകയും വേണം. കുറച്ചുകൂടി നമ്മള് വ്യക്തമാക്കി പറഞ്ഞ അവിടെ ഹറക്കത്തില്ലാത്ത ന്യൂൻ എന്ന് പറയാനൊക്കെ കേട്ടോ ഇൻഷാ. ഹർക്കത്തില്ലാത്ത ന്യൂനായതുകൊണ്ട് ഹർക്കത്തില്ലാത്ത ന്യൂനും അതിന്റെ തൊട്ട് മുകളിൽ മീമും വന്നതിനാൽ ആ ആ ഹർക്കത്തില്ലാത്ത ന്യൂനിനെ സൈലന്റ് ആക്കിക്കൊണ്ട് മീമിനെ ഉച്ചരിക്കുകയും അത് മണിച്ച് ഓതുകയും വേണം. അതെ അതെ, ചേർത്ത് ബായിലേക്ക് എത്തുമ്പോ മണിച്ച് ഓതണം. നഅം, മാഷാ അല്ലാ. അപ്പൊ ഓതുമ്പോ എങ്ങനെ ഓതുക്കാന്ന് ഓതിയാണ് അമ്മാമം ബഗില വസ്തഗന മണിക്കണം. മമ്പ മമ്പ. മം ബഗില വസ്തഗന. ഇൻഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഇനി രണ്ടാമത്തെ ഉദാഹരണം റഷീദ് ക ഇൻഷാ അല്ലാ. അവിടെ ഇതിൻബ ആ നൂന് ഹർക്കത്തില്ലാത്ത നൂനായതുകൊണ്ട് മുകളില് മീമ് കാണുന്നു. അപ്പൊ അവിടെ നൂനിനെ സൈലന്റ് ആക്കിക്കൊണ്ട് മീമിനെ മറച്ച് മീമിനെ മണിച്ച് ആ ബായിന് സദ് കൊടുത്ത് ഓതണം. ബായിന് ശബ്ദ് കൊടുക്കണ്ട, ബായിന് ശബ്ദ് കൊടുക്കണ്ട. അവിടെ മീമിനെ മണിക്കുമ്പോ മീമിന് ഓൾറെഡി ശബ്ദ് വരും. ശബ്ദ് വരും. അതെ, ബായിന് ശബ്ദ് വേണ്ട കേട്ടോ. ബായിന് ശബ്ദ് ശബ്ദ് ഓക്കെ ഓക്കെ ഓക്കെ. ഇതിംബ അസ അസ്കാഹ. ദാലല്ല ദാലാണ്. ഇസി ഇസി ഇതിംബ അസ അസ്കാഹ. ഇൻഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഈ ഇതിംബഅസ എന്നുള്ളത് രണ്ട് വാക്കാണ്. ഒന്നാമത്തത് ഇസ് എന്നുള്ളതാണ്. അവിടെ ദാലിന് സുക്കൂനാണ്. പക്ഷെ അടുത്ത വാക്കില് ഇംബഅസ എന്നുള്ളതിൽ ഒരു അലിഫ് കാണാം. ആ അലിഫ് സൈലന്റ് ആണ്. ഇൻഷാല്ലാ അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വസില് ഹംസത്തിൽ വസിൽ എന്ന് പറയുന്നതിന് അത് ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യും, അത് പഠിക്കും ഇൻഷാല്ലാ. അടുത്ത മൂന്നാമത്തെ ഉദാഹരണം ഇൻഷാല്ലാ ഹാഫിസിക്ക് ഒന്ന് പറയാം. ഓക്കെ. ആ മാർക്ക് ചെയ്ത ഭാഗം ആ രണ്ട് വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അതെ, മിന്നിലെ നൂനിന് ഹർക്കത്തില്ല. പിന്നെ അതെ അതിന് ശേഷം ബാ ആണ് വരുന്നത്. അതെ അതിന്റെ നൂനിന്റെ മേലെ ഒരു മീമുണ്ട്. അപ്പം ഓതുമ്പോ യഖ്റുജു മിൻ ബൈനി സുൽബി അതെ, മിംബൈൻ. അവിടെ എന്ത് ചെയ്യാം, നൂനിനെ ഉച്ചരിക്കാൻ മുന്നേ മണിച്ച് മാനെ കംപ്ലീറ്റ് വെളിവാക്കാണ്ട് ഇത് മിംബ അതെ മിംബൈ. അതെ മിംബ മിംബൈനി. നഅം. അപ്പൊ ആ മീമിനെ നമ്മൾ മണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നൂനിനെ സൈലന്റ് ആക്കി ഉച്ചരിക്കണം. അങ്ങനെയാണ്. ഓക്കെ ഇൻഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഈ നാലാമത്തെ എക്സാമ്പിൾ ഇത് വലിയ ആയത്താണ്. അപ്പൊ നമ്മൾ അതിന്റെ ചെറിയ ഭാഗം മാത്രം ഓതിയാൽ മതി. ഇബ്രാഹിം ക ഇൻഷാല്ലാ. ഇബ്രാഹിം ക أعوذ بالله من الشيطان الرجيم. ഇവിടുന്ന് നോക്കിയാൽ മതി അല്ലേ? ആ ഇവിടെ 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 ഈ മാർക്ക് ചെയ്ത രണ്ട് വാക്കില്ലേ, മിൻ ബൈനിന, കാരണം അത് കൃത്യം കാണുന്നില്ല. ഓക്കെ. കാണുന്നില്ലേ? ഓക്കെ. വമിൻ ബൈനിന അതെ, ഞാൻ ചോദിക്കുക എന്തുകൊണ്ടാണ് അവിടെ നൂനിനെ അതായത് ഇത് പറഞ്ഞത്? അത് നൂൻ സുക്കൂനില്ലാതെ നൂൻ വന്നിട്ടുണ്ട്. അതിന് മേലെ മീം സുക്കൂനില്ലാത്ത നൂനല്ല, സുക്കൂൻ ഇല്ലാതെ നൂണല്ലേ? ഹറക്കത്തില്ലാത്ത ഹറക്കത്തില്ലാതെ നൂൺ വന്നിട്ടുണ്ട്. അതിന് മേലെ മീമും വന്നിട്ടുണ്ട്. അടുത്ത് വരുന്നത് ബായാണ്. അപ്പം ബായനെ ചേർത്ത് മണിച്ചു ഓതണം. ഓക്കെ ഓക്കെ. അഥവാ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സുക്കൂനില്ലാത്ത നൂനല്ല, യഥാർത്ഥത്തിൽ സുക്കൂനാണ് ഇവിടെ. പക്ഷെ സുക്കൂന് കൊടുത്തിട്ടില്ല ഖുർആനിന്റെ മുകളിൽ. കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാല് അവിടെ സുക്കൂന് ആ നൂനിന് സുക്കൂൻ കൊടുക്കാത്തത് ആ നൂനിന് എന്ത് ചെയ്യാൻ പാടില്ല, വ്യക്തമാക്കാൻ പാടില്ല എന്നാണ് അറിയിക്കുന്നത്. ആ നൂനിന് സുക്കൂൻ വരാത്തത് ആ നൂനിന് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ വ്യക്തമാക്കാൻ പാടില്ല എന്നാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബൈനിനയുടെ യാഇന്റെ സുക്കൂൻ കണ്ടോ, ബൈനിനയിലെ യാഇന്റെ സുക്കൂൻ, അതേപോലെ എന്ത് ചെയ്യും നൂനിനും സുക്കൂന് വരും ഖുർആനിൽ. അതേപോലെ സുക്കൂനും നൂനിനും വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ അവിടെ ആ ഒരു സുക്കൂൻ വരുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാല്, അങ്ങനെ സുക്കൂൻ വരുന്ന നൂനാണെങ്കിൽ ആ നൂനിനെ എന്ത് ചെയ്യണം, അന്നെന്ന് ഉച്ചരിക്കണം, ഇന്നായിട്ട് ഉച്ചരിക്കണം. മനസ്സിലായേക്കാം? അപ്പൊ മിൻ എന്ന ഖുർആനിലും പല ഭാഗങ്ങളിലും നൂനിന് സുക്കൂൻ വരുന്നുണ്ട്. പക്ഷെ ആ നൂന് സുക്കൂൻ വരുന്നത് എന്താണ്, ആ നൂനിനെ അവിടെ വ്യക്തമാക്കണം, ളാഹിറാക്കണം. ഓതുമ്പോ മിൻ ഇന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഓതണം. പക്ഷെ ഇവിടെ എന്താണ് സുക്കൂൻ വരാത്ത, ഇവിടെ സുക്കൂൻ വരാത്തത് ഇവിടത്തെ നൂനിനെ എന്ത് ചെയ്യാൻ പാടില്ല,
വ്യക്തമാക്കാൻ പാടില്ല, ലാഹിറാക്കാൻ പാടില്ല എന്നാണ് അതിന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത് സുക്കൂനായ നൂനാണ്, പക്ഷേ ഖുർആനിന്റെ ഫോണിൽ സുക്കൂൻ കൊടുക്കാത്തതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ നൂനിനെ അവിടെ വ്യക്തമാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അവിടെ സുക്കൂൻ കൊടുക്കാത്തത്. ഇപ്പോ മനസ്സിലായില്ലേക്ക? മനസ്സിലായി അപ്പൊ മനസ്സിലായി. നമ്മൾ പറയേണ്ടത് ഹറക്കത്തില്ലാത്ത നൂൻ എന്ന് പറഞ്ഞാൽ മതി. ഹറക്കത്തില്ലാത്ത നൂൻ നമ്മൾ വ്യക്തമാണ്. ഇത് ഫത്തഹില്ല, കസറില്ല, ദമ്മില്ല, ഇത് മൂന്നുമാണ് ഹറക്കത്ത്. സുക്കൂൻ അതിന്റെ എന്തല്ല, മുമ്പിലെ ഹറക്കത്തില്ല. ഓക്കെ, അതിന്റെ മുമ്പിലത്തെ വചനം വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അത് നമ്മൾ നേരത്തെ പഠിച്ച നിയമമാണ്. പഠിച്ചത് അതെ അതെ. വാവ് വന്നു. അതെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെയാണ്. അത് നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് കാരണം പറയാൻ പറ്റണം. അപ്പോഴേ നമുക്ക് ആ ഒരു നിയമം നമ്മൾ പഠിച്ചതായിട്ട് നമുക്ക് വ്യക്തമാവും. നമുക്ക് ഈ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറച്ചോതിയത്, അവിടെ എന്തുകൊണ്ടാണ് ചേർത്ത് മണിച്ചെന്ന് ഒരാൾ ചോദിച്ചാല് നമുക്കത് ഇങ്ങനെ വിശദീകരിച്ച് ഇതേപോലെ എന്ത് ചെയ്യണം, വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല, നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചതാണ് എന്ന് എന്ത് ചെയ്യും, നമുക്ക് ഇതാവും, നമുക്ക് മനസ്സിൽ ഉറക്കുന്ന അങ്ങനെയാണ്. നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇത് നമ്മൾ പഠിച്ച് മനസ്സിൽ വെക്കില്ലല്ലോ, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് കഴിയുന്ന രൂപത്തിൽ, നമ്മൾ പഠിച്ച രൂപത്തിൽ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാനേ സാധിക്കും. അപ്പോഴാണ് ഒരു കാര്യം നമ്മൾ പഠിച്ചത് ഇത് മനസ്സിലായി എന്ന് നമുക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, മാഷാ അല്ലാഹ്. ഇനി 5ാമത്തെ ഉദാഹരണം മിൻ ബഅദി എന്ന വാക്ക്. അത് ഓതൻ ഇസ്മായിലിക്ക് ഇൻഷാ അല്ലാഹ്. മിൻ ബഅദിയാണ്. മിൻ ബഅദി 2 വാക്കാണ്. അതെ, മിൻ ബഅദ്. അപ്പൊ എന്തുകൊണ്ടാണ്, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ നൂനിനെ വ്യക്തമാക്കാൻ നൂനിന്റെ മേലെ നൂനിനെ ഹർക്കത്തില്ല, അതെ ശേഷം ബാ വന്നു, നൂനിന്റെ മേലെ മീമ് മറിച്ചിട്ടുണ്ട്. അപ്പോ നൂനിനെ വെളിവാക്കാതെ മിംബ എന്നുള്ള രൂപത്തിൽ ഓതുകയാണ്. അതെ, നൂനിനെ അവ്യക്തമാക്കി, അതെ, മീമിനെ, മുകളിലുള്ള മീമിനെ എന്ത് ചെയ്യണം, മണിച്ച് ബായിലേക്ക് ചേർത്ത് ഓതണം. അപ്പൊ മിൻ ബഅദി എന്നുള്ളത് മിംബ, മിംബഅദി. നഅം, മാഷാ അല്ലാഹ്. ഇനി ഇവിടെ വഹുവല്ലദീ കഫ അയ്ദിയഹും, ഇതില് അതും എന്താണ്, മിൻ ബഅദിയാണ്. സെയിം അതേ എക്സാമ്പിൾ ആണ് മിൻ ബഅദി എന്നുള്ളത്. അവിടെ ഹറക്കത്തില്ലാത്ത നൂന് വന്നു, ആ നൂനിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു മീമ് കാണാൻ സാധിക്കും. അതിന് ശേഷമുള്ള അക്ഷരം ബാ ആണ്. അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം എന്ത് വന്നു, ബാ വന്നു. അതേപോലെ ആ ഹറക്കത്തില്ലാത്ത നൂനിന് മുകളിൽ ചെറിയൊരു മീമുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം, ആ നൂനിനെ നമ്മൾ അവ്യക്തമാക്കുകയും ആ നൂനിന് മുകളിൽ വന്ന മീമിനെ പകരമായിട്ട്, നൂനിന് പകരമായിട്ട് എന്ത് ചെയ്യണം, മീമിനെ അണിച്ചോതുകയും ചെയ്യുക. അപ്പോ മിൻ ബഅദി ബിബത്നി മക്കത മിൻ ബഅദി. ഇത് നമുക്ക് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാഹ് ചോദിച്ചിപ്പോ ക്ലിയർ ആക്കി പോവാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചു ഇൻഷാല്ലാഹ്. ഈ ഇതിന് ശേഷം ബാഗ് തന്നെ വരണമെന്നുണ്ടോ? അതെ, ഇതിന് ശേഷം ഇങ്ങനെ വരുന്ന ബാഎ വരും, വേറെ അക്ഷരം വരെ വരൂല ഖുർആനിൽ. വരൂല. ഓക്കെ, ഇല്ല, വേറെ അക്ഷരം വരൂല. അഥവാ എന്താണ്, ഇങ്ങനെ ഹറക്കത്തില്ലാത്ത നൂനും അതിന് മുകളിലായിട്ട് മീമും വന്നു, അതിനുശേഷം പിന്നീട് ബാഎ വരും. അല്ലാതെ താവും സാവും വരൂല ഖുർആനിൽ, അങ്ങനെ വരൂല. അത് നമ്മൾ എവിടെ നോക്കിയാലും വരും, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം താ വരും, പക്ഷേ ഈ ഹറക്കത്തില്ലാത്ത നൂനിന് മുകളിൽ ചെറിയ മീമ് വരൂല അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ. അഥവാ ഈ ബാ അല്ലാത്ത മറ്റു അക്ഷരങ്ങളും വരും. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ജീമ് വരും, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം സീന് വരും, ഒക്കെ വരും. പക്ഷേ ഈ നൂനിന് മുകളിലായിട്ട് ചെറിയ മീമ് വരുന്ന സാഹചര്യത്തിൽ എന്തുണ്ടാവില്ല, ആ ഉദാഹരണത്തിൽ ഉണ്ടാവില്ല. അതെന്താണ്, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരുന്ന എക്സാമ്പിൾസിലാണ് ഇങ്ങനെ എന്ത് വരുന്ന ചെറിയ മീമ് കാണാൻ സാധിക്കുക. മനസ്സിലായില്ലേക്ക? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ഇൻഷാല്ലാഹ് അടുത്ത ഭാഗങ്ങളിലേക്ക് പോവല്ലേ? ഇത് മീമായിട്ട് ഉച്ചരിക്കണം എന്നല്ലേ പറയുന്നത്? അതെ, ആ നൂനിനെ നമ്മൾ മറച്ചുകൊണ്ട്, അഥവാ ഇത് മറിച്ച് മണിക്കാന്നാണ്. അഥവാ നൂനിനെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പകരം മീമാക്കി ഉച്ചരിക്കുക. അതെ, 2 ഹറക്കത്ത് മണിക്കുന്നത് എപ്പോഴും 2 ഹറക്കത്താണ്, 2 ഹറക്കത്ത് മണിക്കുക. ഇനി തൻവീനിന്റെ ശേഷം ബാ വരിക. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരുന്ന സന്ദർഭങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിച്ചു, എന്ത്, ആ നൂനിന് പകരം
മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം നമ്മൾ പഠിച്ചു. അതെ, ഇനി നമ്മൾ പഠിക്കുന്നത് തൻവീനിന് ശേഷം ബാ വരിക. അതെ, തൻവീനിന് ശേഷം ബാ വരിക. തൻവീൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? 3 ഹറക്കത്തുകളാണ്. ഏതൊക്കെ? ഫത്ഹത്തൈൻ അഥവാ അല്ലെങ്കിൽ ഫതഹു തൻവീൻ, കസറു തൻവീൻ, ദമ്മു തൻവീൻ. ഇതാണ് തൻവീൻ എന്ന് പറയുന്നത്. അപ്പോൾ തൻവീനിന്റെ ശേഷം ബാ എന്ന അക്ഷരം വരിക. ഒരു ഹറക്കത്തും അതോടൊപ്പം ഒരു തലകുത്തനെയുള്ളയും അഥവാ ആ ചെറിയൊരു മീമും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മീം ഉച്ചരിക്കാനായി ചുണ്ടടയ്ക്കുകയും എന്നാൽ പൂർണ്ണമായി അടയ്ക്കാതെ കുറച്ചു മാത്രം വിടർത്തി മീം ഉച്ചരിക്കുകയും ചെയ്യുക. നമ്മൾ നേരത്തെ ഓക്കെ നസീർക്ക് ലീവ് ആയിക്കും ഇൻഷാല്ലാ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഇപ്പോ സുക്കൂള്ള മീമിന്റെ കാര്യം അഥവാ ഹറക്കത്തില്ലാത്ത മീമിനെ അവിടെ സൈലന്റ് ആക്കുകയും ആ മീമിനെ എന്ത് ചെയ്യണം? പകരമായിട്ട് ഉച്ചരിക്കുകയും വേണം. അത് പറഞ്ഞതുപോലെയാണ് ഇത് തൻവീനിനെ ഉച്ചരിക്കാതെ എന്ത് ചെയ്യണം? അതിന് മുകളിലായിട്ട് വന്ന മീമിനെ ഉച്ചരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിവിടെ എന്താണ്? തൻവീനിന് മുകളിലായിട്ട് എന്ത് വരും? ഒരു മീമ് വരും. മറ്റേതിലാണെങ്കിൽ ഹറക്കത്തില്ലാത്ത നൂനിന് മുകളിലായി മീമ് വരും. അതേപോലെ ഈ 2 സന്ദർഭങ്ങളിൽ ശേഷം എന്തായിരിക്കും? ബാ എന്ന അക്ഷരമായിരിക്കും. അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ ആണ് അവിടെ വന്നത്. നമ്മൾ കുറെ ഉദാഹരണം നമ്മൾ വായിച്ചു. അതിലെല്ലാം എന്താണ്? ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ ആണ് വന്നത്. ഇവിടെ എന്താണ്? തൻവീനിന് ശേഷം ബാ ആണ് വരിക. പക്ഷെ തൻവീന് മുകളിലായിട്ട് എന്ത് വരും? ചെറിയ മീമ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് പോവാം. അബദൻ ബിമ, അബദൻ ബിമ. പക്ഷെ അവിടെ എന്ത്? ആ ദാലിന് ഫതഹു തൻവീൻ കാണുന്നില്ല അല്ലെ? ഒരു ഫതഹ മാത്രമല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? അതെ, ആ ഒരു ഫതഹു തൻവീനില് ഒരു ഫതഹും പിന്നീട് എന്തുണ്ട്? ഒരു മീമും മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ എവിടെ നമുക്ക് തൻവീൻ അവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് പലർക്കും ചോദ്യം വരിക, അപ്പൊ അവിടെ തൻവീൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക അല്ലേ? പലർക്കും സംശയം ഉണ്ടാവും, അവിടെ എങ്ങനെയാണ് തൻവീൻ എന്ന് ഖുർആൻ ഓതുമ്പോൾ എങ്ങനെ നമുക്ക് തൻവീനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും? അതായത് അവിടെ ഒരു ഫതഹു തൻവീൻ എന്ന് പറയുന്നത് എന്താണ്? 2 ഫതഹ ആണല്ലേ? 2 ഇരട്ട ഫതഹ നമ്മൾ മലയാളത്തിൽ പറയാം. ഫതഹതൻ തൻവീൻ അതാണ് 2 ഫതഹ. പക്ഷെ ഇവിടെ ഒരു ഫതഹേ വന്നുള്ളൂ. അഥവാ ഇവിടെ ഒരു ഫതഹിന് പകരമായിട്ടാണ് എന്ത് വന്നത്? ആ ചെറിയ മീമ് വന്നത്. മനസ്സിലായോ? ഫതഹു തൻവീനിൽ 2 ഫതഹ ഉണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ അതിൽ ഒരു ഫതഹേ ഉള്ളൂ. പകരം ഒരു ഫതഹിന് പകരമാണ് എന്ത്? ചെറിയ മീമ് കൊണ്ടുവരാൻ കാരണം. മനസ്സിലായോ അത്? അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഫതഹു തൻവീന് ഇല്ലാതെ ഒറ്റ ഫതഹ് വരാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു ഫതഹിന് പകരം ആ മീമ് വന്നു. അപ്പോ അബദംബി, അബദൻ ദൻ ദാലിന് ഫതഹു തൻവീനാണ്, അബദൻ എന്നാണ്. പക്ഷെ അതിന് ശേഷം എന്ത് വന്നു? ഒരു ബാ എന്ന അക്ഷരം വന്നു. ബിമയില ബാ വന്നു. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഫതഹു തൻവീനിലെ ആ മുകളിലുള്ള മീമിനെ എന്ത് ചെയ്യണം? തൻവീന് പകരമായിട്ട് ഉച്ചരിക്കണം. അബദൻ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ഇൻ അബദൻ അൻ അഥവാ നൂനിലേക്ക് നമ്മള് നാക്ക് തട്ടാൻ പാടില്ല. അബദൻ എന്ന് പറയുമ്പോൾ അവസാനം നമ്മള് നാവ് തട്ടുന്ന എവിടെയാണ്? നൂനിന്റെ ഭാഗത്താണ്. എന്നാ പറഞ്ഞു അബദൻ എന്ന് പറഞ്ഞു. അബദൻ നാക്ക് തട്ടുന്നത് നൂനിന്റെ മഖ്റജിലാണ്, നൂനിന്റെ അല്ലേ? തട്ടുന്നില്ലേ നാക്ക്? അബദൻ അല്ലേ? തട്ടുന്നില്ലേ? അതെ. പക്ഷെ നമ്മൾ ഇവിടെ ബാ വന്നത് കാരണം എന്താണ്? അബദൻ എന്നതിലെ നൂനിലേക്ക് നമ്മളെ നാക്ക് പോവാൻ പാടില്ല, അതിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? അവിടെ മീമിനെ ആ ഫതഹു തൻവീനിന് പകരം മീമാക്കി നമ്മൾ എന്ത് ചെയ്യണം? മണിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? അബദംബി. നഅം, അബദംബി. മണിക്കാൻ വേണം. അവിടെ തൻവീനിനെ എന്ത് ചെയ്യണം? അവ്യക്തമാക്കുകയും ചെയ്യണം. കാരണം എന്താണ്? ഇവിടെ തൻവീനിന് ശേഷം ബാ വന്നു. നമ്മൾ തൻവീൻ എന്നാണ് പറയാനുള്ളത് കേട്ടോ. ഇതിന് തൻവീൻ എന്നാണ് പറയാനുള്ളത്, ഫതഹ എന്നല്ല. ഇവിടെ ഫതഹു തൻവീനാണ്, ദാലിന് ഫതഹു തൻവീനാണ്. ഒരു ഫതഹ കാണാത്തത്, ആ ഒരു ഫതഹിന് പകരമാണ് മീമു വന്നത്. ആ മീമു വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ശേഷം ബാ വന്നുകൊണ്ടാണ് ആ മീമു വന്നത്. തൻവീനിന് ശേഷം ബാ എന്ന അക്ഷരം വന്നത് കൊണ്ടാണ് ആ ദാലിന് മുകളിൽ തൻവീനിന് മുകളിലായിട്ട് എന്ത് വന്ന മീമു വരാൻ കാരണം. ആ ബാ ശേഷമുള്ള അക്ഷരം ബാ ആയതുകൊണ്ടാണ് ദാലിന് മുകളിലായിട്ട് ഒരു ഫതഹിന് പകരം മീമു വരാന് കാരണം. അപ്പൊ അവിടെ അബദൻ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യും? അബദംബി. അതെ, മാഷാ അല്ലാഹ്, അബദംബി.
അബദം ബിമാ ഖദ്ദമത്. നഅം. ഇനി രണ്ടാമത്തെ ഉദാഹരണം. അപ്പൊ നമ്മളിപ്പോ നേരത്തെ വായിച്ച എന്താണ്? ഫതഹു തൻവീന്റെ ഉദാഹരണമാണ്. ഫതഹു തൻവീനിന് ശേഷം ബ വന്നത് ഇത് തൻവീനാണ്, പക്ഷെ ഫതഹു തൻവീന് ശേഷം ബ വന്നു. ഇനി കെസറു തൻവീനിന് ശേഷം ബ വരുന്ന മറ്റൊരു ഉദാഹരണം. നേരത്തെ ഫതഹു തൻവീനിന് ശേഷം ബ വന്നത്, ഇത് എന്താണ്? കെസറു തൻവീനിന് ശേഷം ബ വന്നത്. ആയാത്തിൻ ബയ്യിനാത്ത്. അതെ, ആയാത്തിൻ ബയ്യിൻ. ഇവിടെ ആയാത്തിൻ തായിന് എന്താണ്? കെസറു തൻവീനാണ്, കെസറത്തൈൻ. അതെ, കെസറത്തൈൻ അല്ലെങ്കിൽ കെസറു തൻവീൻ രണ്ടും പറയാം. അപ്പോ താവിടെ എന്താണ്? തിൻ എന്നാണ്, അഥവാ കെസറു തൻവീനാണ്. പക്ഷേ ശേഷം എന്തുണ്ട്? ബ അതെ, തൻവീനിന് ശേഷം ബ വന്നു. അതേപോലെ എന്തുണ്ട്? ആ തായിന്റെ കെസറു തൻവീന് ഒരു കെസറിന് പകരമായിട്ട് എന്തോന്നു? ഒരു ചെറിയൊരു മീം താഴെ കാണിക്കുന്നു. ബാക്കിയുള്ള എല്ലാ ഫതഹു തൻവീനിനും ദമ്മു തൻവീനിനും അതേപോലെ ഹറക്കത്തില്ലാത്ത നൂനിന്റെ ഒക്കെ മുകളിലാണ് മീം വരുന്നത്. പക്ഷെ കെസറു തൻവീനാണെങ്കിൽ എന്ത് ചെയ്യും? താഴെയായിരിക്കും മീം വരിക. കാരണം കെസറിന്റെ അടയാളം തന്നെ എന്താണ്? അക്ഷരത്തിന്റെ താഴെയാണ് കെസർ. അപ്പോ മീം ഒരിക്കലും എന്ത് വരൂല? മുകളിൽ എഴുതൂല. അപ്പൊ താഴെയായിരിക്കും ആ മീം എഴുതുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടത്തെ തൻവീനിനെ തിൻ എന്ന് പറയാൻ പാടില്ല, വ്യക്തമാക്കാൻ പാടില്ല. തിൻ എന്ന് പറയാതെ അവിടെ ഇൻ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? അതെ, ആ മീമിനെ എന്ത് ചെയ്യണം? നമ്മൾ പകരം ആ തൻവീനിന് പകരം മീമിനെ നമ്മൾ മണിച്ച് ഉച്ചരിക്കണം. രണ്ട് ഹറക്കത്ത് മണിച്ച് ബായിലേക്ക്, ശേഷമുള്ള അക്ഷരമായ ബായിലേക്ക് ചേർത്ത് നമ്മൾ ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെ വായിക്കും അത്? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നേരത്തെ സൂക്ഷ്മ അതിനുശേഷം ഭാഗം മാത്രമേ വരൂല. ശേഷം ഇങ്ങനെ ഈ മീമുള്ള ഈ തൻവീന് ശേഷം ബാ മാത്രമല്ല വരും. നേരത്തെ ഹറക്കത്തില്ലാത്ത ശേഷം ബാ വരുന്ന പോലെയാണ് ഇതും. തൻവീനിന് ശേഷം ബായ വരും. ഈ ഇരു സന്ദർഭങ്ങളിൽ എന്താണ്? ബായ വരും. അഥവാ ഈ മീം ചെറിയ മീമ് വരെയും അതേപോലെ ബാ വരുന്നേ ഉള്ളൂ. അല്ല ചെറിയ മീമ് വരികയും അതേപോലെ സായും ജീമും ഒന്നും എന്തുമില്ല, അങ്ങനെ വരുന്ന സന്ദർഭങ്ങളില്ല. അത് ബാ വരുമ്പോ ഈ ബാ വന്നത് കൊണ്ടാണ്, അഥവാ തൻവീനിന് ശേഷം ബാ വന്നത് കൊണ്ടാണ് ഇവിടെ ചെറിയ മീം കൊണ്ടുവരാൻ കാരണം. മനസ്സിലായേക്ക? എന്തുകൊണ്ടാണ് ചെറിയ മീമ് വരാൻ കാരണം എന്ന് ചോദിച്ചാല്, ഈ ചെറിയ മീമ് വരാൻ കാരണം ഈ തൻവീനിന് ശേഷം ബാ വന്നോണ്ടാണ്. കാരണം തൻവീനിന് ശേഷം ബാ വന്നത് കൊണ്ട് നമ്മൾ തൻവീനെ മറിച്ച് എന്ത് ചെയ്യിക്കണം? മീമാക്കി മണിക്കുന്നത്. അപ്പോ അവിടെ ബാ ആണ് കാരണം. അവിടെ കാരണം വന്നത് എന്താണ്? ബാ എന്ന അക്ഷരമാണ്. ബാ എന്ന അക്ഷരം വന്നത് കൊണ്ടാണ് അതിന് മുമ്പുള്ള തൻവീനിനെ മീമാക്കി നമ്മൾ എന്ത് ചെയ്യുന്ന? മണിക്കുന്നത്. അല്ലെ ബാ വന്നില്ല, ഇനി തായും സായും ആണെങ്കിൽ ഒരിക്കലും അതിന് മുമ്പുള്ള തൻവീനിൽ എന്ത് വരൂല? ചെറിയ മീമ് എഴുതൂല. മനസ്സിലായില്ലേ? ഓക്കെ. ഓക്കെ. ഇനി ദമ്മു തൻവീനിന് ശേഷം ബാ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ കെസറു തൻവീനിന് ശേഷം ബാ വന്ന ഉദാഹരണം നമ്മൾ വായിച്ചു. അതേപോലെ അതിനു മുമ്പ് ഫതഹു തൻവീനിന് ശേഷം ബാ വന്ന് വായിച്ചു. ഇനി എന്തുണ്ട്? ദമ്മു തൻവീൻ. ദമ്മു തൻവീനിന് ശേഷം ബാ വരുന്ന ഒരു ഉദാഹരണമാണ് റസൂലുൻ ബിമാ. റസൂലുൻ ബിമാ. പക്ഷെ അവിടെ ദമ്മു തൻവീനില ഒരു ദമ്മിന് പകരം അവിടെ എന്ത് വന്നു? ചെറിയ മീം വന്നു. അതെ, ഒറ്റ ദമ്മേ ഉള്ളൂ. പക്ഷെ അത് നമ്മള് ഒറ്റ ദമ്മേ ഉള്ളൂ. അപ്പൊ അവിടെ തൻവീനിന്റെ ദമ്മാണെന്ന് നമ്മള് പറയാൻ പാടില്ല. അവിടെ എന്തുണ്ട്? ഒരു ദമ്മിന് പകരമാണ് അവിടെ ചെറിയ മീം സഗീറ, ചെറിയ മീം കൊണ്ടുവന്നത്. അവിടെ മീം വരാൻ കാരണം എന്താണ്? തൻവീനിന് ശേഷം എന്തു വന്നു? ബാ എന്ന അക്ഷരം വന്നു. അതെ, തൻവീനിന് ശേഷം ബാ വന്നു. ആ ബാ വന്നത് കൊണ്ടാണ് തൻവീനിന്റെ ഒരു ദമ്മിന് പകരം എന്തു വന്നത്? ഒരു മീം കൊണ്ടുവരാൻ കാരണം. അപ്പൊ അവിടെ നമ്മൾ തൻവീനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കുക വ്യക്തമാക്കാതെ സൈലന്റ് ആക്കി പകരം മീമിനെ നമ്മൾ എന്ത് ചെയ്യണം? മണിച്ച് ബായിലേക്ക് ഉച്ചരിക്കണം. റസൂലുൻ ബിമ എന്നുള്ളത് ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇതിന് പുറമെ ഒന്ന് വായിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് എന്താണ്? ജസാഅൻ ബിമ.
ഇവിടെ ഒരു ഫതഹ്, ഒറ്റ ഫതഹേ ഉള്ളൂ ഹംസയ്ക്ക് മുകളിൽ. പക്ഷെ എന്താണ് അവിടെ ഫതഹു തൻവീനാണ് അല്ലേ? ഫതഹു തൻവീനാണ്. ഫതഹു തൻവീനിന് ശേഷം ബാ വന്നു. അപ്പൊ ബാ വന്നത് കൊണ്ടാണ് ഫതഹു തൻവീന്റെ ഒരു ഫതഹിന് പകരം മീം കൊണ്ടുവരാൻ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തൻവീനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കുകയും അതിൽ വന്ന മീമിന് എന്ത് ചെയ്യണം? തൻവീനിന് പകരം നമ്മൾ ഉച്ചരിക്കുകയും ചെയ്യണം, മണിച്ച് ഉച്ചരിക്കുകയും ചെയ്യണം. അപ്പൊ ജസാഅൻ ബിമാ, അതെ, ജസാഅൻ ബിമാ, അതെ, ജസാഅൻ ബിമാ. അങ്ങനെയാണെങ്കിൽ സയ്യിദുക്ക ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഉദാഹരണം ഒന്ന് ഓതൂ. أعوذ بالله من الشيطان الرجيم. كذبت قوم لوط بالنذر. മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് അവിടെ തൻവീനെ വ്യക്തമാക്കാത്തത്? ത്വായിന് വന്ന അവിടെ കസറു തൻവീനല്ലേ? കസറു തൻവീന് ശേഷം ബാഹു വന്നു. അപ്പൊ മീമിനെ മറിച്ച് മണിക്കണം. ചെറിയ മീമിനെ എന്ത് ചെയ്യണം? മറിച്ച് മണിക്കണം. ഓക്കെ. ലൂത്തിൻ ബിന്നുദർ. ഇനി മൂന്നാമത്തെ ഉദാഹരണം സിറാജിക്ക് ഇൻഷാ അല്ലാഹ്. അതെ, ലൊലിംബ അല്ലെ? അവിടെ ലാമിന് കസറു തൻവീനാണ്, പകരമാണ് ഒരു കസർ തൻവീറാണ്. അതിനുശേഷം ബാ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ മീമ് താഴെ വന്നിരിക്കുന്നതിനാൽ മീമിനെ മണിച്ച് ബായുടെ കൂടെ ചേർത്ത് ഓതുക. അതെ, മാഷാ അല്ലാഹ്. ഇനി നാലാമത്തെ ഉദാഹരണം ഷറഫു. أعوذ بالله من الشيطان الرجيم. جاءكم فاسق بنبأ. അതെ, ജാഅക്കും അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഫാസിഖുൻ എന്നില്ല തൻവീൻ വ്യക്തമാക്കുന്നത്? തമ്മിന് ശേഷം ബാ വരികയും അതുപോലെ മീമ് കടന്നു വരികയും ചെയ്തു. അങ്ങനല്ല, ദമ്മു തൻവീന് ബാ വരികയും അതിന് ദമ്മു തൻവീന് ഒരു ദമ്മിന് പകരം മീമ് വന്നു അവിടെ. അങ്ങനെ പറയണം. ഒരു ദമ്മിന് പകരം ഒരു മീമ് വരികയും ശേഷം ബാ വരികയാണെങ്കിൽ ഈ മീമിനോട് നൂനിനെ വെളിവാക്കാതെ മീമാക്കി ഉച്ചരിച്ച് പിന്നെ തൻവീനിനെ വെളിവാക്കാതെ, അതെ, തൻവീനിനെ വ്യക്തമാക്കാതെ മീമാക്കി ഉച്ചരിക്കുകയും മണിച്ചുച്ചരിക്കുകയും ചെയ്യുക. ഫാസിഖും ബിനബഇൻ. ഇൻഷാ അല്ലാഹ്. ഇനി അവസാനത്തെ ഉദാഹരണം ഇബ്രാഹിം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. قوما بجهالة. അതെ, ഖൗമിനാണോ? قوما بجهالة فتصيبه. അത് വായിക്കണ്ട. ഖൗമൻ ബിജഹാലതി. അതെ. ഓക്കെ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് തൻവീനെ വ്യക്തമാക്കാത്തതൊന്ന് പറയാം. അതായത് ഫത്തഹ തൻവീന് മേലെ ഒരു മീം വന്നിട്ടുണ്ട്. അതായത് ഒരു ഫത്തഹിന് പകരം മീം വന്നിട്ടുണ്ട്. അടുത്തത് ബായാണ് വന്നിട്ടുള്ളത്, ബി. അതുകൊണ്ട് മീമിനെ ബായിലേക്ക് മണിച്ച് ചേർത്തോണ്ട് ഓതുക. അവിടെ തൻവീനിന് പകരം മീമിനെ ഉച്ചരിക്കുക, തൻവീനെ മറയ്ക്കുകയും പകരം മീമിനെ വെളിവാക്കുക, ബായിലേക്ക് ഉച്ചരിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തൻവീനാണെങ്കിൽ തൻവീന്റെ ശബ്ദത്തെ എന്ത് ചെയ്യണം? സൈലന്റ് ആക്കി ആ തൻവീനിന്റെ മുകളിൽ വന്ന മീമിനെ എന്ത് ചെയ്യണം? മണിച്ച് ശേഷമുള്ള ബായിലേക്ക് ചേർത്ത് ഉച്ചരിക്കുകയും ചെയ്യണം. അപ്പൊ 2 ഹറക്കത്താണ് മണിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പോ പറഞ്ഞത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. ഒന്നുകൂടി ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇൻഷാ അല്ലാഹ്.
ഇല്ല. ഓക്കെ. അപ്പോ അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വന്നാലും തൻവീനിന് ശേഷം ബാ വന്നാലും എന്ത് ചെയ്യണം? നമ്മൾ ഹറക്കത്തില്ലാത്ത നൂനാണെങ്കിൽ ഹറക്കത്തില്ലാത്ത നൂനിനെ അവ്യക്തമാക്കി പകരം മീമിനെ എന്ത് ചെയ്യണം? മണിച്ച് ഇരിക്കണം. തൻവീനിന് ശേഷം ബാ വരികയാണെങ്കിൽ തൻവീനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കുകയും ആ തൻവീനിന് മുകളിലായിട്ട് വന്ന ചെറിയ മീമിനെ മണിച്ച് ബായിലേക്ക് ശേഷമുള്ള ബായിലേക്ക് ചേർത്ത് മണിച്ചുച്ചരിക്കുകയും ചെയ്യണം. ക്ലിയർ ആണ്? ഇവിടെയും കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ജസാഅം ബിമാ കാനു, ജസാഅം ബി അല്ലെ? അവിടെ തൻവീനിന് ശേഷമാണ് ബാ വന്നത്. അതുകൊണ്ട് തന്നെ തൻവീനിന്റെ മുകളിലായിട്ട് മീം നമുക്ക് കാണാൻ സാധിക്കും. ആ തൻവീനിന് പകരം മീമാക്കി നമ്മൾ ഉച്ചരിക്കും. അതേപോലെയാണ് അടുത്ത വാക്കൊന്ന് ഇസ്മായിലിക്ക നോക്കൂ. രണ്ടാമത്തെ വാക്ക് ലനസ്ഫഅൻ, അതൊന്ന് ഓതൂ. അതെ, അവിടെ മണിക്കണം. ലനസ്ഫഅംബി, അതെ അതെ. അടുത്തതൊന്ന് നസീർക്ക ഒന്ന് നോക്കൂ. നസീർക്ക ഹലോ. ഇല്ലേ? ഓക്കെ. അപ്പോ സാംസങ് അതാരാ? എനിക്ക് പേര് ടൈപ്പ് ചെയ്തിട്ടില്ല. ഓദിക്കോ. ആരാണ് ഓദിക്കുന്നത്? ഓദിക്കോ. പൈസ എടുക്ക. ഓദിക്കോ. അതെ, യൗമ ഇദിംബി. അതെ, അവിടെ ജാലിന് തൻവീനാണ് വന്നത്. തൻവീനിന് ശേഷം എന്തോന്നു? ബാ വന്നു. അപ്പോ യൗമ ഇദിംബി ജഹന്നം. നാലാമത്തെ ഉദാഹരണം ഇൻഷാ അല്ലാഹ് ഹാഫിസിക്ക നോക്കൂ. നാലാമത്തെ ഉദാഹരണം അത് ഹില്ലിന്റെ ശേഷമാണ്. അതെ, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. മാഷാ അല്ലാഹ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഇനിയുള്ളത് മറച്ച് മണിക്കലാണ്. ഒരക്ഷരത്തെ മറച്ച് മണിക്കൽ. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞപ്പോ കുറച്ച് മുമ്പ് പറഞ്ഞ നിയമങ്ങള് ബാധകമാകാത്തിടത്ത്, അഥവാ ഇപ്പോ തൻവീനിന് ശേഷം അല്ലെങ്കിൽ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വന്നു, അതേപോലെ തൻവീനിന് ശേഷം ബാ വരിക, അതേപോലെയാണ് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവോ യാ ഓ വരിക, അതേപോലെയാണ് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം എന്ത് വരിക? ഷദ്ദുള്ള അക്ഷരം വരിക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമാകാത്തിടത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം മറ്റു അക്ഷരങ്ങൾ വരികയാണെങ്കിൽ, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഇതേപോലെ വേറെ അക്ഷരങ്ങൾ വരും. യാ അല്ലാത്തതും അതേപോലെ ബാ അല്ലാത്തതും, യാവും വാവും അതേപോലെ ഷദ്ദുള്ള അക്ഷരവും കാണൂല. ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ വരും. താ വരും, താ വരും. ഹറക്കത്തില്ലാത്ത നൂനായിരിക്കും. ഹറക്കത്തുള്ള നൂനിന് ശേഷം വരുന്ന ഇത് വരുമ്പോൾ വേറെ നിയമം വരും. ഇപ്പൊ നമ്മൾ പറയുന്ന ഹറക്കത്തില്ലാത്ത നൂനിന്റെ നിയമങ്ങൾ മാത്രമാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരിക. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഹറക്കത്തില്ലാത്ത നൂനിനെ സൈലന്റ് ആക്കുകയും ശേഷമുള്ള അക്ഷരത്തിന്റെ ഷദ്ദ് ചെയ്ത് വായിക്കുകയും വേണം എന്ന് പറഞ്ഞു. അതേപോലെയാണ് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവോ യാ ഓ വരിക. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹറക്കത്തില്ലാത്ത നൂനിനെ അവിടെ സൈലന്റ് ആക്കുകയും ശേഷമുള്ള വാവാണെങ്കിൽ വാവിനെ, അല്ലെങ്കിൽ യാ ആണെങ്കിൽ എന്ത് ചെയ്യണം? മണിച്ച് ചേർത്ത് ഓതണം എന്ന് പറഞ്ഞു. അതാണ് വമയ്യഅമൽ, മയ്യഅമൽ എന്നൊക്കെ പറഞ്ഞത്. നമ്മള് കുറച്ചു മുമ്പ് പറഞ്ഞോളൂ. ഇത് ഈ മുമ്പ് പറഞ്ഞതെല്ലാം എന്താണ്? ഹറക്കത്തില്ലാത്ത നൂനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഹറക്കത്തുള്ള നൂന് നമ്മൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ മേൽ പറഞ്ഞ നിയമങ്ങൾ ബാധകമാകാത്തിടത്ത് നൂനിന് ഹറക്കത്തില്ലാതെ വന്നാൽ, അഥവാ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, ഇതല്ലാത്ത വേറെ നിയമങ്ങൾ ഉണ്ടാവും. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വേറെ അക്ഷരങ്ങൾ വരും. ഇപ്പോ നമ്മൾ പഠിച്ച ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരുന്നത് പഠിച്ചു. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവോ യാ ഓ വരുന്ന നിയമം പഠിച്ചു. ഇനി ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരുന്ന പഠിച്ചു. 3 ഇത് പഠിച്ചു. ഇതില്
ബാ മാറ്റുക, വാവ് മാറ്റുക, യാ മാറ്റുക, മാറ്റണം, ഷദ്ദുള്ള അക്ഷരവും മാറ്റുക. ഇനി നമ്മൾ നോക്കുക എന്താണ്, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാക്കിയുള്ള അക്ഷരങ്ങൾ വരിക. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരാതെ അല്ലെങ്കിൽ യാ മാറ്റി യാ ഒഴികെ വാ ഒഴികെ ബാക്കിയുള്ള അക്ഷരം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹറക്കത്തില്ലാത്ത നൂനിനെ വെളിവാക്കാതെ മറച്ച് അതിനുശേഷം ഏതക്ഷരമാണോ വരുന്നത്, ഹറക്കത്തില്ലാത്ത അക്ഷരത്തിന് ശേഷം ഏതക്ഷരമാണോ വരുന്നത്, ആ തൊട്ടടുത്തുള്ള അക്ഷരത്തിന്റെ സ്വരത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ലയിപ്പിച്ച് 2 ഹറക്കത്തെ മണിച്ച് പാരായണം ചെയ്യണം. ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പൊ ഒന്നാമത്തെ ഉദാഹരണം യൗമ യുൻഫഹു അല്ലെ, യുൻഫഹു. ഇതില് യുൻഫഹു എന്ന വാക്ക് നമ്മൾ നോക്കുക. യുൻഫഹു എന്ന വാക്കിൽ എന്തുണ്ട്? രണ്ടാമത്തെ അക്ഷരം ഏതാണ്? യുൻഫഹു എന്ന വാക്കിൽ നൂനാണ്. ഹറക്കത്തില്ലാത്ത അതെ, ഹറക്കത്തില്ലാത്ത നൂൻ. അതിനർത്ഥം ഇവിടെ സുക്കൂനാണ്. ഈ നൂനിന് സുക്കൂനാണ്, പക്ഷെ ഇവിടെ സുക്കൂന് കൊടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ അത് അർത്ഥമുണ്ട്. ഇവിടെ സുക്കൂന് കൊടുക്കാത്തതിന്റെ അർത്ഥം എന്താണ്? ഈ നൂനിനെ സൈലന്റ് ആക്കണം. വ്യക്തമാക്കാൻ പാടില്ല. അതെ, സൈലന്റ് ആക്കണം. അതെ, തൊട്ടടുത്തുള്ള അക്ഷരത്തിനോട് ലയിപ്പിച്ച് ഉച്ചരിക്കണമെന്നാണ് നമുക്ക് ഈ നൂന് കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പൊ ഇവിടെ ഹറക്കത്തില്ലാത്ത നൂൻ വന്നു, അഥവാ സുക്കൂനുള്ള നൂനാണ്, സുക്കൂൻ കൊടുത്തിട്ടില്ല. ഈ നൂനിന് ശേഷമുള്ള അക്ഷരം ഏതാണ്? ഫ. ഈ ഫ നമ്മൾ നേരത്തെ പഠിച്ച നിയമങ്ങളിൽ വന്നിട്ടുണ്ടോ? ഹറക്കത്തിലെ ന്യൂനേഷം ഫ ഇല്ല, വന്നിട്ടില്ല. നേരത്തെ പഠിച്ച നിയമങ്ങളിൽ ഏതാണ്? ഹറക്കത്തില്ലാത്ത ന്യൂനേഷം ബ വരുന്നതും, അതേപോലെ യാ വരുന്നതും, വാവ് വരുന്നതും, അതേപോലെ ഷദ്ദുള്ള അക്ഷരം വരുന്നതൊക്കെ നമ്മൾ പഠിച്ച. അപ്പൊ അതെല്ലാം മാറ്റിയിട്ടാണ് എന്ത്? ഹറക്കത്തില്ലാത്ത ന്യൂനേഷം ബാക്കിയുള്ള അക്ഷരങ്ങൾ വരിക. അപ്പൊ ഫ വന്നു, ഹറക്കത്തില്ലാത്ത ന്യൂനേഷം ഫ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടത്തെ നൂനിനെ, ഹറക്കത്തില്ലാത്ത നൂനിനെ സൈലന്റ് ആക്കുകയും അവ്യക്തമാക്കുകയും ശേഷമുള്ള അക്ഷരത്തോട്, അഥവാ ശേഷം വന്ന അക്ഷരം ഫായാണ്, ആ ഫായിലേക്ക് ലയിപ്പിക്കാൻ എന്താണ്? ചേർക്കുക. ഒരു കാര്യം മറ്റൊരു കാര്യത്തെ ലയിപ്പിക്കാൻ വെച്ചാല് ചേർക്കുക, മിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. അപ്പൊ മണിക്കാൻ വേണം. അപ്പൊ വീട്ടാൻ പാടില്ല, പക്ഷെ മണിക്കണം. അതാണ് പറഞ്ഞത്, മണിക്കണം അവിടെ. അപ്പൊ യുൻഫഹു അല്ലെങ്കിൽ യുംഫ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മണിക്കാതെ ഓതിയാല് യൂനിനെ സൈലന്റ് ആക്കി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ യൂഫ ആണ്, യുംഫഹു. പക്ഷെ അവിടെ മണിക്കലും കൂടി വരുമ്പോ എന്ത് ചെയ്യും? യൂഫ. മനസ്സിലായോ? അതെ. അഥവാ നൂനിന്റെ മഖ്റജിലേക്ക് നാക്ക് തട്ടാൻ പാടില്ല. മഖ്റജ് എന്ന് വെച്ചാല് ആ അക്ഷരം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. എവിടെയാണോ നൂൻ എന്ന് പറയുന്നത് നമ്മുടെ നാവ് തട്ടുന്നത്, അതാണ് നൂനിന്റെ മഖ്റജ്. മഖ്റജ് എന്ന് വെച്ചാല് അക്ഷരം പുറപ്പെടുന്ന സ്ഥലത്തിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. അപ്പൊ നൂന് എവിടെയാണോ നമ്മളെ നാവ് നൂന് പറയുമ്പോൾ നാക്ക് തട്ടുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ നാക്ക് തട്ടാൻ പാടില്ല. നൂനിലേക്ക് തട്ടാതെ പായിലേക്ക് നമ്മൾ മണിച്ചോദണം. യൂഫ. അതെ, യൂഫ. അല്ലാതെ ഇന്ന് പറയാൻ പാടില്ല. ഇന്നെന്ന് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അപ്പൊ ഇന്നെന്ന് ഉച്ചരിച്ചാൽ എന്തായി? അവിടെ നൂനി വ്യക്തമായി. മനസ്സിലായില്ലേ? ഇന്നെന്ന് ഉച്ചരിച്ചാൽ അതെ, അതെ. യൗമ യൂൻഫഖു ഫിസ്സൂരി, യൗമ യുന്നെന്ന് പറയാൻ പാടില്ല, ഇന്ന് പറയാൻ പാടില്ല. ഇന്നിന്റെ ശബ്ദം വന്ന എന്തായി? അവിടെ വ്യക്തമായ അക്ഷരം വ്യക്തമായ. അതെ, യൂഫ. അതെ, ഓക്കെ. ഞാൻ ഇൻഷാല്ലാ ഉദാഹരണം കുറച്ചുണ്ട്. ഇൻഷാല്ലാ ഓരോരുത്തരും കൊണ്ട് വായിപ്പിക്കാൻ. ഇൻഷാല്ലാ ഇതും കൂടി ഒന്ന് നോക്കുക. ഇവിടെ എന്തുണ്ട്? ഹറക്കത്തില്ലാത്ത നൂൻ മിൻ ഖബലിക്കുമാണ്. അതെ, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഖാഫ് വന്നു. ശേഷമുള്ള അക്ഷരം. ഹലോ, കേൾക്കുന്നില്ലേ? ശേഷമുള്ള അക്ഷരം, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷമുള്ള അക്ഷരം ഏതാണ്? അതെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച നിയമങ്ങളിൽ എന്തില്ല? ഖാഫ് വന്നിട്ടില്ല. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഖാഫ് വന്നിട്ടില്ല. നമ്മൾ പഠിച്ച യാ, വാവ്, ബാ ഒക്കെയാണ് പഠിച്ചത്. ഇവിടെ എന്തായി? ഖാഫ് വന്നു. നേരത്തെ ഫ വന്നു, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഫ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹറക്കത്തില്ലാത്ത നൂനിനെ സൈലന്റ് ആക്കി ഫായിലേക്ക് മണിച്ച് ലയിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ എന്ത് വന്നു? ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഖാഫ് വന്നു.
അപ്പൊ എന്ത് ചെയ്യണം? ഹറക്കത്തില്ലാത്ത നൂനിനെ അവ്യക്തമാക്കുക, സൈലന്റ് ആക്കുകയും കാഫിലേക്ക്, തൊട്ടടുത്ത അക്ഷരമായ കാഫിലേക്ക് മറച്ച് മണിച്ച് ഉച്ചരിക്കുകയും ചെയ്യണം, ലയിപ്പിച്ച് ഉച്ചരിക്കുകയും ചെയ്യണം. അപ്പോ മിൻ ഖബലിക്കും എന്നുള്ളത് അവിടെ നൂനിന്റെ ഇന്നിലേക്ക് നമ്മുടെ നാക്ക് തട്ടാൻ പാടില്ല. അങ്ങനെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ, അവിടെ നൂന് വ്യക്തമായി എന്നാണ്. അപ്പൊ നൂനിന്റെ മഖ്റജിലേക്ക് നമ്മുടെ നാവ് അഥവാ ആ അക്ഷരം എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് ആ ഉത്ഭവ സ്ഥാനത്ത് നമ്മുടെ നാവ് തട്ടാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? കാഫിലേക്ക് നമ്മൾ മറച്ച് മണിച്ച് ഓതണം. അപ്പൊ മിൻ ഖബലിക്കും എന്നുള്ളത് മ്യോക മ്യോക, കാഫ് പറയണം. പെട്ടെന്ന് അടുത്ത അക്ഷരം ഏതാണോ ആ അക്ഷരത്തിന്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് ഇന്ന് വരാൻ പാടില്ല. ഇല്ല, മ്യൂക മ്യൂക, അടുത്ത അക്ഷരം ഏതാണോ ആ അക്ഷരത്തിലേക്ക് നമ്മളെ നാവിനെ കൊണ്ടുപോവാ മണിച്ചിട്ട്. മ്യൂക മ്യൂക, നേരെ നമ്മൾ അണ്ണാക്കിലേക്കില്ല കാഫ് പോകണം. അപ്പൊ അങ്ങനെ പോകണം. മ്യൂക, അതെ മ്യൂക കാഫാണ്. അപ്പൊ കാഫ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇസ്തിഅലി കനപ്പിച്ച് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഇതിന് ശേഷമുള്ള പാഠങ്ങളിലൊക്കെ നമ്മൾ അത് പഠിക്കും. കനപ്പിച്ച് അഥവാ നമ്മൾ അറബി അക്ഷരങ്ങളിൽ 7 അക്ഷരങ്ങളെ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. 7 അക്ഷരങ്ങൾ. അതിന്റെ ഉച്ചാരണ രീതിയൊക്കെ ബാക്കി അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിനേക്കാളും ശബ്ദം എന്താണ് ഉയർന്നാണ് നിൽക്കുന്നത്. അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് കാഫ്. ഇൻഷാല്ലാ ബാക്കിയുള്ള 6 അക്ഷരങ്ങൾ നമ്മൾ പഠിക്കും, വിശദമായിട്ട് പഠിക്കും. അപ്പൊ ഈ കാഫ് പറയുമ്പോൾ എന്താണ്, അതേ രൂപത്തിൽ നമ്മൾ ഉച്ചരിക്കണം. കാഫിനെ അണ്ണാക്കിൽ തട്ടി എന്ന് പറഞ്ഞു നോക്കിയാൽ അതെ. ഹാഫിസിക്കെന്ന് ഖബലിക്കും. ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? ശ്രദ്ധിക്കുക. വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. ചിലര് ഓതുമ്പോ മീക എന്ന് പറയും. അഥവാ കാഫി എന്ത് ചെയ്യും? പിന്നീടാണ് പറയുന്നത്. മീക എന്നല്ല, നമ്മള് മറച്ച് മണിക്കുമ്പോഴേ നമ്മുടെ കാഫിലേക്ക് നമ്മുടെ ആ ഒരു അക്ഷരം പോണം. നമ്മള് മറച്ച് മണിക്കൂലേ, മ്യൂക്കാണ്. കാഫിലേക്ക് എന്ത് ചെയ്യണം? അടുത്ത അക്ഷരത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് ചാടണം. അതേ വൃത്തിയില്ല. മ്യൂക്ക, അതെ ഈ മൂന്നാമത്തെ ഉദാഹരണം ഇൻഷാല്ലാ നമുക്ക് നോക്കാം. മിൻ ഷദ്ദി മാ ഖലഖ്, നമുക്കറിയുന്ന സൂറത്താണ് മിൻ ഷദ്ദി മാ ഖലഖ്. അറിയോ? അതെ, മാഷാ. സൂറത്തുൽ ഫലഖ് ആണ്. സൂറത്തുൽ ഫലഖിലെ 2ാമത്തെ ആയത്താണ് മിൻ ഷദ്ദി മാ ഖലഖ്. ഇവിടെ എന്തുണ്ട്? ഹറക്കത്തില്ലാത്ത നൂന് വന്നു. മിൻ എന്ന വാക്കിൽ ഹറക്കത്തില്ലാത്ത നൂൻ. ആ നൂനിന് ശേഷം എന്ത് വന്നു? ഷീന് വന്നു. അതെ, ഷീന് വന്നു. നൂനിന് ശേഷം ഷീന് വന്നു. അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷീന് വന്നു. അഥവാ നമ്മൾ നേരത്തെ നേരത്തെ പഠിച്ച അക്ഷരങ്ങളൊന്നും അല്ലാണ് ഷീൻ. നേരത്തെ പഠിച്ച യാ ആണ്. അതേപോലെ കൂടെ വന്നു. അതെ, ഹറക്കത്തില്ലാത്ത നൂനിനെ മറച്ച് മണിക്കണം. അഥവാ സൈലന്റ് ആക്കി ഷീനിലേക്ക്, തൊട്ടടുത്ത അക്ഷരമായ ഷീനിലേക്ക് എന്ത് ചെയ്യണം? മണിച്ച് ലയിപ്പിക്കണം. മിൻ ഷദ്ദി എന്നുള്ളത് ഇന്ന് നമ്മള് ഉച്ചരിക്കാതെ മിൻ എന്ന് പറയാൻ പാടില്ല, ഇന്ന് പറയാൻ പാടില്ല. മണിക്കാൻ വേണം. മിൻ ഷദ്ദി എന്നല്ല, ഓരോരുത്തരെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരാൾ പറയാം ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ആക്കിയാൽ ഹയറായിരുന്നു. ഫസ്റ്റ് ഇബ്രാഹിം നിൽക്കുകയാണ് ഇൻഷാല്ലാ. ഇതില് ഒന്നാമത്തേല് ഒന്ന് വായിച്ചാണ്. വത്തഖദു മാഷാഅല്ലാ മിൻ ദൂനി. അവിടെ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം എന്തോ ദാല് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഹറക്കത്തില്ലാത്ത നൂനിനെ അവ്യക്തമാക്കി ദാലിലേക്ക് മണിച്ച് ഉച്ചരിക്കണം. മാഷാഅല്ലാ. റഷീദ് 2ാമത്തെ ഉദാഹരണം ഒന്ന് ഓതുക. അതെ, ലി അൻഫുസിഹിം ആണ്. പക്ഷെ അവിടെ നൂനിന് ഹറക്കത്തില്ല. അപ്പൊ ആ നൂനിനെ അവിടെ സൈലന്റ് ആക്കണം എന്നാണ്. ആ നൂനിന് ശേഷം ഫാ വന്നു. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഫാ വന്നു. അതുകൊണ്ട് തന്നെ ഹറക്കത്തില്ലാത്ത നൂനിനെ എന്ത് ചെയ്യണം? അവ്യക്തമാക്കി ശേഷമുള്ള ഫായിലേക്ക്
മണിച്ച് ഉച്ചരിക്കണം. ലിഅൻഫു ലിഅൻഫുസിഹിം ലിഅൻഫുസിഹിം. മൂന്നാമത്തെ ഉദാഹരണം സിറാജ് ഖാൻ ഷാന്നു പൊതുവെ. കുൽ അൻസലഹു അൻസലഹു ആ അവിടെ അന്നെന്ന് പറഞ്ഞു നോക്കാം. തെറ്റ്. അന്നെ അവിടെ വ്യക്തമായില്ല. നൂനിനെ വ്യക്തമാക്കാൻ പാടില്ല. അസ് ഖുൽ അൻസ ഖുൽ അൻസലഹു അതൊക്കെ അന്നെന്ന് അൻസലഹു അവർക്ക് നൂന് വ്യക്തമാക്കാൻ പാടില്ല. നൂനിനെ ഇന്നെന്ന് പറയാൻ പാടില്ല. എന്നാലേ നൂനിനെ എന്തായി അവിടെ വെളിവാക്കിയെന്നാണ്. അന്നെന്ന് പറഞ്ഞാല് അവിടെ അന്നെന്ന് പറയാൻ പാടില്ല. അതാണ് പറഞ്ഞത് അവിടെ നൂനിനെ മറയ്ക്കണമെന്ന് പറഞ്ഞ. നൂനിന്റെ ശബ്ദത്തെ മറയ്ക്കണമെന്ന് പറഞ്ഞ എന്താണ് അവിടെ അൻ എന്നുള്ളത് ശേഷം അൻസലഹു അൻസലഹു എന്നല്ല ആസ. അൻസലഹു അതെ അതെ. ഖുൽ അൻസലഹു له الذي يعلم قل أنزل. نعم. അൻസലഹു ഇന്ന് നമ്മൾ പറയാൻ പാടില്ല. അൻ അൻ അഥവാ അൻസല എന്ന് പറയുമ്പോ അന്നെന്ന് നമ്മൾ പറയാൻ പാടില്ല. അന്നെന്ന് പറഞ്ഞാൽ എന്തായി നൂനിനെ നമ്മൾ എന്തായി അവിടെ വ്യക്തമാക്കി. വ്യക്തമാക്കി. നമ്മള് അന്നെന്ന് പറയുന്നതിന് പകരം ആൻസ അവിടെ എന്ത് ചെയ്യുന്നു? നൂനിനെ മറയ്ക്കുന്നു, സൈലന്റ് ആക്കുന്നു. അതും പോലെ എന്ത് ചെയ്യുന്നു? മണിച്ച് സായിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുകയും ചെയ്യുന്നു. ആൻസ. അൻസലഹു അതെ അതെ. അൻസലഹു ഇനി മൂന്നാമത് ഉദാഹരണം ഹാഫിസിക്ക് ഇൻഷാല്ലാ. ലൗല ഉൻസില ഇലൈഹി ലാമിനെ നീട്ടണമൊക്കെ. ലൗല ലൗല ഉൻസില ഇലൈഹി. സായിന് ഷെദ് കൊടുക്കണം. ഉൻസില എന്നല്ല. സായിന് ഷെദ് വരണ്ട. സായിന് ഷെദ് ഇല്ലാതെ ഉൻസില. ലൗല ഉൻസില. അതെ, നേരത്തെ നൂന് വന്നു. രണ്ടാമതിപ്പോ കറക്റ്റാണ്. ഊസില ഊസില. അതെ. ഈ ഇസ്മായിലിക്ക് അതിന് ശേഷമുള്ള താഴെ തൊട്ട് താഴെയുള്ളത് ഇലൈഹി കന്തു ഔ തകൂനു. ഒന്നുകൂടി കേൾക്കാം. ഇലൈഹി കന്തു ഔ തകൂനു. ഫൈസലിക്ക ഒന്ന് മ്യൂട്ട് ആക്കുക. ബാക്കിയുള്ളവർ വേണം. ഇസ്മായിലിക്ക് ഒന്ന് ഓതിയാൽ മതി. ഞാൻ പറയുന്നൊരു ഇൻഷാല്ലാ ഓതിയാൽ. ഓതിയാണൊക്കെ. ഇലൈഹി കൻസു ഔ തകൂനു. കെൻസു നീട്ടണ്ട. കെൻസുൻ ആണ്. സുൻ അവിടെ ബൊമ്മത്തേനാണ്. ഇലൈഹി കൻസു. അതെ, കൻസുൻ. ഇലൈഹി കൻസു ഔ തകൂനു. അതെ അതെ, കൻസു. നസീർക്ക് ഇൻഷാല്ലാ അതിന് താഴെയുള്ള തൊട്ടു താഴെയുള്ള അതെ. അവിടെ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം എന്തു വന്നു? താ വന്നു. അപ്പൊ ഹറക്കത്തില്ലാത്ത നൂനിനെ അവ്യക്തമാക്കി തായിലേക്ക് മണിച്ചുച്ചരിക്കണം. ആണെങ്കില് സൈദൂക്ക അതിന് ശേഷമുള്ളത് തബാറക്കല്ലദി. സൈദൂക്ക ഹലോ. തബാറക്കല്ലദീ ഇൻ ശാ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അവിടെ ഇൻഷാ എന്നതിന് പകരം ഇൻഷാ. ഹറക്കത്തില്ലാത്ത നൂനിനെ എന്ത് ചെയ്യുന്നു? അവ്യക്തമാക്കി ഷീനിലേക്ക് മണിക്കുന്നു. തബാറക്കല്ലദീ ഇൻഷാ ഇൻഷാ. അതിനുശേഷമുള്ളത് ഇൻഷാല്ലാ. ഇനിയിപ്പോ ഇതില് ഓതാത്ത ആരാണുള്ളത്? ഓതാത്ത ഒരാള് ഓതിയാണ് ഇൻഷാല്ലാ അതിനുശേഷമുള്ളത്. ഓക്കെ, ഓതിക്കോക്കാം. അതെ അതെ. തജിരി മിൻ ത. അതെ, അവിടെ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം താ വന്നു. അപ്പോ ഹറക്കത്തില്ലാത്ത നൂനിനെ അവ്യക്തമാക്കി തായിലേക്ക് മണിക്കണം.
ചേർത്തതും അവിടെ തജ്രി അതിന് മിൻ തഹ്തിഹാ. അതെ അവിടെ നമ്മള് തഹ്തിഹന് ശേഷം ചേർത്തതുമ്പോ ഹായനെ നീട്ടൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മീൻ തഹ്തിഹൽ അൻഹാർ എന്ന് വരും. അവിടെ തഹ്തിഹൽ അൻഹാർ. നിർത്തുകയാണെങ്കിൽ തഹ്തിഹ നിർത്തും. തഹ്തിഹയുടെ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തഹ്തിഹാന്ന് നിർത്തും. വേറെ ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ? അവസാനത്തെ ഒരു ഉദാഹരണം കൂടിയുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ വായിക്കാത്ത? സാംസ്. വഅതദിനാ ലിമൻ കദ്ദബ. അതെ വഅതദിന ലിമൻ ലിമൻ കദ്ദബ. ഇവിടെ കദ്ദബ. നൂനിന് ഹറക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ശേഷമുള്ള കാഫിലേക്ക് നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ലിമൻ കദ്ദബ. ലിമൻ ലിമൻ കദ്ദബ. മാഷാ അല്ലാഹ്. അപ്പൊ ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. നമുക്ക് അവസാനിപ്പിക്കാനാണ്. അവിടെ ഇൻഷാ എന്ന് പറയുന്നിടത്ത് കുറച്ച് ബുദ്ധിമുട്ടല്ല. നൂനിനെ സൈലന്റ് ആക്കി വെക്കാം. അതെ ഷീനല്ലേ. ശേഷം വരുന്ന അക്ഷരം ഷീൻ ആയതുകൊണ്ടാണോ? അതെ അതെ. അത് ഇൻഷാ നമ്മള് പ്രാക്ടീസ് ചെയ്ത് റെഡിയാവലാണ്. ഇൻഷാ അല്ലാഹ് പ്രാക്ടീസ് ചെയ്ത് അതേപോലെ നമുക്ക് പല ഭാഗങ്ങൾ ഇങ്ങനെ പ്രയാസമില്ല. അതാ ഈ തായും തോയും അടുത്തടുത്ത് വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം ഇവിടെ നോക്കാം. ഇവിടെ ഉംബൂറിന്റെ താഴെ കണ്ടോ? ഉംബൂർ എന്ന വാക്ക് കണ്ടോ? ഉംബൂർ കാണുന്നുണ്ടോ? അതെ അതിന് തൊട്ട് താഴെ വാക്ക് കണ്ടോ? അതെ യസ്തീൻ എന്താണ്? ആദ്യം തായാണ്, രണ്ടാമത് തോയാണ്. പക്ഷെ രണ്ടക്ഷരത്തിൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടക്ഷരത്തിന്റെയും ഉത്ഭവസ്ഥാനം ഒന്നാണ്. തായും തോയും വരുന്ന ഒരേ സ്ഥലത്ത്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ശബ്ദം എന്താണ്? വ്യത്യാസമാണ്. ശബ്ദത്തിൽ ഡിഫറൻസ് ആണ്. അപ്പോ ചില ആളുകൾ എന്ത് യസ്തീ എന്ന് പറയും. അവിടെ തോയിനെയും എന്താക്കും? താ ആക്കി വരും. അപ്പൊ എന്താവും? അവിടെ അക്ഷരം തെറ്റും. അതേപോലെ ആയത്തിന്റെ അർത്ഥം മാറും. ഖുർആന്റെ പ്രത്യേകത ആണ് എന്ത്? അറബി ഭാഷയുടെ പ്രത്യേകത ആണ് എന്ത്? ഒരു അക്ഷരം അതിന്റെ മഹറജ് മാറിയാൽ തന്നെ എന്ത് ചെയ്യും? അർത്ഥം മാറും. ഇപ്പോ ഇവിടെ തോയാണ്, തോയാണ്. പക്ഷെ എന്താണ്? നമ്മൾ അവിടെ തോയിനെ താ ആക്കി ഉച്ചരിച്ചാൽ അപ്പൊ നമുക്ക് അതിന് മുമ്പ് താ വന്നതുകൊണ്ട് പിന്നീട് തോ പറയാൻ ചില ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. യസ്തീ എന്ന് പറയാൻ. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? യസ്തീ എന്ത് ചെയ്യും? പെട്ടെന്ന് ബോധിപ്പോകും. പക്ഷെ എന്താണ്? അവിടെ അർത്ഥം മാറാൻ, ഖുർആൻ അർത്ഥം മാറും. ആ വാക്കിന്റെ തന്നെ മഅന മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളത് ഓതി 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 എന്ത് ചെയ്യണം? നമ്മളെ വായ വഴക്കണം. വഴങ്ങി കിട്ടണം ആ അക്ഷരങ്ങൾ. അപ്പൊ ഇവിടെ ഓതുമ്പോ ഈ തോയിനെ വ്യക്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? തായിനെയും കൂടി തോയാക്കി ഓതും. യസ്തീ അഥവാ തായിനെ തോയാക്കി സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയല്ല, തായിനെ താ ആയും തോയിനെ തോ ആയും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. ഖുർആനായതുകൊണ്ട്. ഇപ്പോ വേറെ വല്ല അറബി കിതാബുകളാണെങ്കിൽ പ്രശ്നം വരില്ല. നമുക്ക് ഖുർആന് ഇങ്ങനെ തെറ്റിയാൽ അതൊരു എന്താണ്? അർത്ഥം മാറല്ലേ? അള്ളാഹുവിന്റെ സംസാരമില്ല. അപ്പൊ അതില് എന്തെങ്കിലും നമ്മള് അറിവില്ലായ്മ ആയിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ നമുക്ക് അവസരമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യലാണ് ഏറ്റവും ഖൈർ. അപ്പോ ഇൻഷായുടെ അവിടെ നമുക്ക് പാടായിരിക്കണം. ഷീന് വന്നത് കൊണ്ട് നൂനിനെ മറച്ച് ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞ് എന്ത് ചെയ്യണം? അത് റെഡിയാക്കലാണ് വേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് അടുത്ത ക്ലാസ്സിലേക്കുള്ള വർക്കുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാണ്. തൻവീനിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരിക. അതെ ഇവിടെ മുതലാണ്. അപ്പൊ തൻവീനും ഹറക്കത്തില്ലാത്ത നൂനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൽ ഷദ്ദുള്ള അക്ഷരം തൻവീൻ അഥവാ തൻവീനിനോ ഹറക്കത്തില്ലാത്ത നൂനിനോ ശേഷം ഷദ്ദുള്ള അക്ഷരം വരുന്ന ഒരു 10 ഉദാഹരണം അഥവാ ഇങ്ങനെ എഴുതിയാൽ മതി. 5 എഴുതിയാൽ മതി. അഥവാ തൻവീനിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരുന്ന 5 ഉദാഹരണം, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരുന്ന 5 ഉദാഹരണം. നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ മറക്കില്ല. അത് ഒന്നാമത്തെ ഉറക്കം വെച്ചാൽ തൻവീനിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരുന്ന 5 ഉദാഹരണം. രണ്ടാമത്തത് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷദ്ദിന്റെ അക്ഷരം വരുന്ന 5 ഉദാഹരണം. ഇതാണ് ഒന്നാമത്തെ വർക്ക്. രണ്ടാമത്തെ വർക്ക് C2. രണ്ടാമത്തെ വർക്ക് എന്ന് വെച്ചാൽ തൻവീനിന് ശേഷം യാ വരുന്ന ഒരു 5 ഉദാഹരണം,
അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. എന്ത്? തൻവീനിന് ശേഷം യാ ഓ വാവോ വരുന്ന 5 ഉദാഹരണം. അപ്പൊ മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. അഥവാ ഒന്നല്ലെങ്കിൽ തൻവീനിന് ശേഷം യാ വരുന്ന ഒരു 2 ഉദാഹരണം എഴുതിക്കോ, അല്ലെങ്കിൽ തൻവീനിന് ശേഷം വാവ് വരുന്ന 2 അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? 5 ഉദാഹരണം മൊത്തത്തിൽ എന്ത് എഴുതിയാൽ മതി. എന്ത്? തൻവീനിന് ശേഷം യാ ഓ വാവോ വരുന്ന 5 ഉദാഹരണം. രണ്ടാമത്തത് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം യാ ഓ വാവോ വരുന്ന 5 ഉദാഹരണം. അങ്ങനെ ഇതും 10 ഉദാഹരണം. അഥവാ തൻവീനിന്റെ ഒരു 5 ഉദാഹരണവും ഹറക്കത്തില്ലാത്ത നൂനിന്റെ എന്ത് ചെയ്യണം? 10 ഉദാഹരണം. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവോ യാ ഓ വരുന്ന 5 ഉദാഹരണം. അങ്ങനെ രണ്ടും കൂടി 10 ഉദാഹരണം. ഇനി മൂന്നാമത്തെ വർക്ക് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരുന്ന, അങ്ങനെ ഒരു 10 ഉദാഹരണം. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരുന്നതൊക്കെ ഒരുപാട് ഖുർആനിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഒരുപാട് എഴുതാൻ കഴിയും. അപ്പോ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരുന്ന 5 ഉദാഹരണം. അതേപോലെയാണ് എന്ത്? തൻവീനിന് ശേഷം ബാ വരുന്ന 5 ഉദാഹരണം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ വർക്കുകളൊക്കെ എഴുതി നോട്ട് ചെയ്തിട്ടില്ലേ? ഓക്കെ. ഇനിയുള്ള നമ്മൾ എന്താണ് ബാക്കിയുള്ള എന്ത്? ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം എന്ത് വരുന്നത്? ബാക്കി അക്ഷരം വരുന്ന. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാക്കി അക്ഷരം വരുന്ന പറയുമ്പോൾ ഹറക്കത്തുള്ള നൂൻ എഴുതാൻ പാടില്ല. ചിലപ്പോ സുക്കൂൻ, അഥവാ ഞാൻ പറയാൻ കാരണം വെച്ചാല് ഇപ്പോ ഇതില് സുക്കൂന് കൊടുത്തിട്ടില്ല ഈ നൂനിന്. സുക്കൂന് കൊടുത്തിട്ട് വേറെ അക്ഷരം വരുന്നതുണ്ട്. അഥവാ നൂനിന് സുക്കൂന് ഖുർആനിൽ എഴുതിയിരിക്കും, അതെഴുതാൻ പാടില്ല. നമ്മൾ എഴുതേണ്ടതാണ് ഒരു ഹറക്കത്തും വരാത്ത, അഥവാ സുക്കൂന് പോലും എഴുതാത്ത നൂനിന്റെ ഉദാഹരണമാണ്. അപ്പൊ സുക്കൂന് ഒന്നുമില്ലാത്ത, അഥവാ ആ നൂന് നൂനായിട്ട് തന്നെ നിൽക്കണം, ഹറക്കത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തത് സുക്കൂന് അതിൽ എഴുതാനും പാടില്ല. അങ്ങനത്തെ നൂനിന് ശേഷം ബാക്കിയുള്ള അക്ഷരം വരുന്ന ഒരു 5 ഉദാഹരണം എഴുതണം. ഓക്കെ അല്ലേ? ഇപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാല്ലേ? ഓക്കെ. കഴിഞ്ഞ ആഴ്ച ഒന്ന് ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, നമ്മളെ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ച് ഖുർആൻ ഓതിയിട്ട് അത് ചോദിച്ചിരുന്നപ്പോ ഉസ്താദ് പറഞ്ഞ വെച്ചാൽ എന്തറിയോ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയമായോണ്ട് ഓക്കെ ഇബ്രാഹിം ഇൻഷാ അല്ലാഹ് ലീവ് ചെയ്തു. അഥവാ നമ്മളിപ്പോ പഠിച്ച് ഈ ടെക്സ്റ്റ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ പകുതി കഴിഞ്ഞതേ ഉള്ളൂ ഈ ടെക്സ്റ്റിന്റെ. അപ്പൊ ഈ ടെക്സ്റ്റ് മുഴുവനും കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ഓരോരുത്തരെ കൊണ്ട് നമുക്ക് ഓതി റെഡിയാം. കാരണം നമ്മളിപ്പോ ഇതില് പഠിക്കാത്ത, നമ്മൾ ഓതിപ്പിച്ചു തുടങ്ങി നമ്മൾ പഠിക്കാത്ത നിയമം വരൂലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സംശയങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ഭാഗം ചിലപ്പോ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് അതൊക്കെ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഒന്നുകൂടി പ്രയാസമാണ് നമുക്ക്. ഉസ്താദ് പറഞ്ഞു വെച്ചാല് ഇത് നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ഓരോ ആഴ്ച കേറുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതേപോലെ ഖുർആന്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരെ കൊണ്ട് ഓതി അതേ തജ്വീദ് നിയമങ്ങൾ എന്ത് ചെയ്യാം? പറഞ്ഞു പോവുക. അങ്ങനെയാണ്. ഇപ്പോ നമ്മള് പുതിയ ക്ലാസ് എടുക്കുന്ന ഇതിൽ നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് ഇതുപോലെ തജ്വീദിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതില് നമ്മൾ ഇതേ രൂപത്തിലാണ്. അഥവാ ഫസ്റ്റ് ഞാൻ തന്നെ കുറെ തജ്വീദ് ഇപ്പൊ പറഞ്ഞിങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഓരോ വർക്കുകൾ ചെയ്യിപ്പിക്കും. ഇപ്പോ അൽഹംദുലില്ലാഹ് വെച്ചാൽ അവര് തന്നെയാണ് 5 ആയത്തോതും അവരെ ആ ആയത്തിൽ വന്ന എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യും? ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും അവരെന്ത് ചെയ്യും? പറഞ്ഞ് പോവലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ എത്തണം ഇൻഷാ അല്ലാഹ് എല്ലാവരും. അഥവാ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് മനസ്സിൽ അവിടെ ഇന്ന ഭാഗത്ത് ഇന്ന നിയമമാണ്, ഇവിടെ എങ്ങനെയാണ് ഓതേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? അത് ഖുർആൻ ഓതുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലായി പോകണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ഒരു ദറജയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും എത്തണം. അപ്പോ ഒരു വർക്കൗട്ട് ചെയ്താലേ നമുക്ക് എത്താൻ പറ്റും. നമ്മളിപ്പോ വർക്കൗട്ട് ചെയ്യുന്നില്ല, വർക്കൊന്നും അയക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോഴ്സിൽ ചേർന്നെന്നും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, തജ്വീദ് ഒന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ച് അത് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൊരു റിസൾട്ട് ഉണ്ടാകാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാല്ലേ? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. ആമീൻ വഇയ്യാക്കും.